Good morning. Good morning, ma'am. Okay, good morning. Good morning, ma'am. Good morning. Good morning, ma'am. Okay, very well. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും? പെട്ടെന്ന് തന്നെ കേൾക്കോ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മള് ഡയാലിസിസിനെ പറ്റി പഠിച്ചിരുന്നു. കീമോ ഡയാലിസിസ് എന്തൊക്കെയാണ് നമ്മൾ കണ്ടു, പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണ്, പിന്നെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് കണ്ടു അല്ലെ. CAPD, CCPD, IPD, അങ്ങനെ 3 ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസിനെ പറ്റി നമ്മൾ പഠിച്ചു അല്ലേ. പിന്നീട് നമ്മൾ പറഞ്ഞത് CRRT അല്ലെ, അതായത് കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. ഇങ്ങനെയുള്ള രോഗികൾക്കാണ് ഇത് കൊടുക്കുന്നത്. ഇന്റൻസീവ് ICUലുള്ള പേഷ്യൻസിന് അല്ലെ, ICU പേഷ്യൻസ് വളരെ സീരിയസ് ആയിട്ടുള്ള ICU പേഷ്യൻസിനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നൊരു ഡയാലിസിസ് ആണ് CRRT എന്ന് പറയുന്നത് കേട്ടോ, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നോർമൽ ഒരു റെഗുലർ കീമോ ഡയാലിസിസ് ചെയ്യാനായിട്ട് അവരുടെ ബോഡിക്ക് അത് ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇതിന് മാത്രമല്ല, ഇതൊരു 24 hour എടുക്കുന്ന ഒരു ഡയാലിസിസ് പ്രോസസ് ആണ് കേട്ടോ. കാരണം വളരെ സാവകാശം മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാര്യം അത്രയും സിവിയർ ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് ഡയാലിസിസ് അവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, അതൊക്കെ സമയം എടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അതൊരു 24 hour ഒരു ഡയാലിസിസ് ആണ് ഇത് CRRT എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെയുള്ളവർക്കാണ് ICU പേഷ്യൻസിന് കൊടുക്കുന്ന ഡയാലിസിസ് ആണ്. ഇത്രയും വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഇതുവരെ വായിച്ചൊക്കെ നോക്കിയോ നിങ്ങള്? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത നമുക്ക് ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. അപ്പൊ അത് നല്ലപോലെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ മെയിൻ ഭാഗങ്ങളൊക്കെ നമ്മുടെ കഴിഞ്ഞു. ഡയാലിസിസിന്റെ പ്രധാനപ്പെട്ട കുറെ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയുള്ളത് കുറച്ച് നമ്മൾ ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത് നോക്കാം. ഓൺ മ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ്സ് ആണ് കേട്ടോ. അതായത് നമ്മൾ ഈ പറയുന്ന ഡയാലിസിസ് സർവീസിന്റെ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അതിന്റെ ബെനിഫിറ്റ്സുകൾ നമുക്ക് ലഭിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അതായത് ഒരു ഡയാലിസിസ് സർവീസിന്റെ അതിന്റെ അഡ്വാൻറ്റേജസ്, അതിന്റെ ബെനിഫിറ്റ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ നമുക്ക് ലഭിക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു പേഷ്യന്റ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അതിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. അഡ്വാൻറ്റേജ് ഓഫ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ അഡ്വാൻറ്റേജ് ഓഫ് ബെനിഫിറ്റ്സ് ഓഫ് ഡയാലിസിസ് സർവീസ് ആണ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അവിടെ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. നമ്മുടെ ഡയാലിസിസ് സർവീസിന്റെ അതിന്റെ ബെനിഫിറ്റ്, അതിന്റെ അഡ്വാൻറ്റേജ് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു പേഷ്യന്റ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അതിനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. The following steps can help increase the effectiveness of your dialysis കേട്ടോ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ആണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് പോയിന്റ് ഇതാണ്, കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ്സ് ആസ് പെർ ടു ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾ. ഞാൻ പറയുന്നത് കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ്സ് ആസ് പെർ ടു ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾ. അതായത് ഡോക്ടർ ശുപാർശ ചെയ്യുന്ന ഷെഡ്യൂൾ അനുസരിച്ച് ചികിത്സ പൂർത്തിയാക്കണം. ഓക്കെ, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ചില രോഗികൾക്ക് ആഴ്ചയിൽ ചിലപ്പോൾ 2-3 പ്രാവശ്യം ഡയാലിസിസ് പറഞ്ഞിട്ടുണ്ടാവാം, മറ്റു ചിലർക്ക് ചിലപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാവുള്ളൂ. അപ്പൊ എങ്ങനെയാണ് അത് ഡോക്ടർ ശുപാർശ ചെയ്ത റെക്കമെൻഡ് ചെയ്യുന്ന ഷെഡ്യൂൾ അനുസരിച്ച് ട്രീറ്റ്മെന്റുകൾ എന്ത് ചെയ്യണം, പൂർത്തിയാക്കിയിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഡയാലിസിസിന്റെ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുള്ളൂ അല്ലെ. അല്ലാണ്ട് ഡോക്ടർ പറയുന്നത് പ്രകാരം അനുസരിക്കാതെ നമ്മുടെ ഇഷ്ടത്തിനാണ് അവർ ചെയ്യുന്നത് അല്ല. ആണ് അവിടെ പറയുന്നത് കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ് ആസ് പെർ ടു ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾ കേട്ടോ. ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്ന ഷെഡ്യൂൾ അനുസരിച്ച്
കൃത്യമായിട്ട് ചികിത്സ പൂർത്തിയാക്കുക. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ് അവയുടെ കസ്റ്റമൈസ്ഡ് ഈറ്റിംഗ് പ്ലാൻ റെക്കമെൻഡഡ് ബൈ ദ ഡയറ്റീഷ്യൻ. അവയുടെ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അവയുടെ എന്ന് പറഞ്ഞാല് പാലിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ, പാലിക്കുക. അതായത് ഈ പറയുന്ന ഡയറ്റീഷ്യൻ നിർദ്ദേശിക്കുന്ന ഡയറ്റീഷ്യന്റെ ഗൈഡൻസ് അനുസരിച്ചുള്ള ഒരു ഡയറ്റ് പ്ലാൻ കൃത്യമായിട്ട് പാലിക്കുക. ഇനി നിങ്ങൾ ഡയറ്ററി സർവീസിനെ പറ്റിയിട്ട് പഠിക്കും. അപ്പൊ നമ്മുടെ ഈ പറയുന്ന വൃക്ക തകരാറ് സംഭവിച്ചിട്ടുള്ള രോഗികൾക്ക് പ്രത്യേകമായിട്ടുള്ള ഡയറ്റ് ഒക്കെ ഉണ്ട്. റീനൽ ഡയറ്റ് എന്നാണ് പറയാം കേട്ടോ. റീനൽ ഡയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എല്ലാ ഭക്ഷണവും അങ്ങനെ കഴിക്കാൻ പറ്റില്ല. അവർക്ക് അതിനനുസരിച്ച് അവർക്ക് മാത്രമല്ല, അപ്പൊ നമ്മള് എന്താ പറയാ, എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നെങ്കിൽ ഇപ്പൊ BP ഉള്ള ആളുകൾക്കാണെങ്കിൽ നമ്മൾ ലോ സോഡിയം ഡയറ്റ് വേണം ഫോളോ ചെയ്യാനായിട്ട്. നമ്മൾ ഓരോ അസുഖങ്ങൾക്കനുസരിച്ച് അതേ രീതിയിലുള്ള ഡയറ്റ് പ്ലാൻ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് പ്രകാരം ഡയറ്റീഷ്യൻ റെക്കമെൻഡ് ചെയ്യുന്ന കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്ലാൻ പാലിക്കുക. പ്രത്യേകമായിട്ട് റീനൽ ഡയറ്റ് ഒക്കെയാണ് അവർക്കായിട്ട് കൊടുക്കുക കേട്ടോ. അടുത്തത് get as much physical activity as possible to improve your strength and heart health. കേട്ടോ, എന്താണ് പറയുന്നത്? Get as much physical activity as possible to improve your strength and heart health. അതായത് നിങ്ങളുടെ ഫിസിക്കൽ സ്ട്രെങ്ത്, അതായത് നമ്മുടെ ആ ഒരു സ്ട്രെങ്തും അതുപോലെ തന്നെ ഹാർട്ടിന്റെ ഹെൽത്തും ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കഴിയാവുന്ന ഫിസിക്കൽ ആക്ടിവിറ്റികളിലൊക്കെ ഇൻവോൾവ് ആക്കുക കേട്ടോ. കഴിയാവുന്ന ഫിസിക്കൽ ആക്ടിവിറ്റികളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല, ഡോക്ടർ നമ്മളോട് പറയും. അതിനനുസരിച്ചുള്ള എക്സസൈസുകൾ മറ്റുള്ള ഫിസിക്കൽ ആക്ടിവിറ്റികളിലൊക്കെ നമ്മൾ ഇൻവോൾവ് ചെയ്യും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സ്ട്രെങ്ത്, ഹാർട്ട് ഹെൽത്ത് ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കഴിയാവുന്ന ഫിസിക്കൽ ആക്ടിവിറ്റികളിലൊക്കെ ഇൻവോൾവ് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ദാറ്റ് ഇസ് ഡയറക്റ്റഡ് ബൈ ദ ഡോക്ടർ കേട്ടോ. ഡോക്ടർ ഡയറക്ട് ചെയ്യുന്ന പ്രകാരം മാത്രം ചെയ്യും. അടുത്ത പോയിന്റ് ഇതാണ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡയാലിസിസ് പ്രൊവൈഡർ ആൻഡ് ഫാർമസിസ്റ്റ്. ഓക്കെ ശരണ്യ, ഗുഡ് മോർണിംഗ്. Communicate with the dialysis provider and pharmacist about any medications, supplements, of herbal products you are taking or are considering starting. എന്ന് പറയുന്നത് നമ്മൾ നിലവിൽ എടുക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതോ ആയിട്ടുള്ള മരുന്നുകൾ, മെഡിക്കേഷൻസ് ആവാം, മറ്റെന്തെങ്കിലും ഹെൽത്ത് സപ്ലിമെന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെർബൽ പ്രോഡക്റ്റുകളൊക്കെ ആവാം, ഔഷധ മരുന്നുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നിലവിൽ എടുക്കുന്നതാവാം, ചിലപ്പോൾ നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കുന്നതോ എടുക്കാൻ ഉദ്ദേശിക്കുന്നതോ ആയിട്ടുള്ള മെഡിക്കേഷൻസോ ഹെൽത്ത് സപ്ലിമെന്റ്സോ ഹെർബൽ പ്രോഡക്റ്റ് എന്തും ആവട്ടെ, അത് നമ്മൾ ഡയാലിസിസ് പ്രൊവൈഡർ അതുപോലെ തന്നെ ഫാർമസിസ്റ്റുമായിട്ട് നമ്മൾ അതിനെപ്പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കും. കാര്യം നമ്മൾ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് ഇത്തരം നമ്മൾ നമ്മുടേതായ രീതിയിൽ മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ ആദ്യം അറിയിക്കണം ഫാർമസിസ്റ്റിന്, അല്ലെങ്കിൽ നമ്മൾക്ക് ഡയാലിസിസ് പ്രൊവൈഡേഴ്സിനോട് നമ്മൾ ആ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കും. ഓക്കെ, പിന്നെ പറയുന്നത് ടോക്ക് വിത്ത് ദ ഡയാലിസിസ് ടീം അബൌട്ട് എനി ആൻസൈറ്റി ഓർ സൈഡ് ഇഫക്ട്സ് ദാറ്റ് യു മേ ഹാവ്. അതുപോലെ തന്നെ നമുക്കിപ്പോ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തെങ്കിലും ആൻസൈറ്റി, നമുക്ക് എന്തെങ്കിലും കൺസേൺസോ ആശങ്കകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൈഡ് ഇഫക്റ്റുകളൊക്കെ നമുക്ക് അനുഭവിക്കുന്നത്, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് അതുമായിട്ട് ആ ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് കോപ്പറേറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഇത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മളൊരു ഡയാലിസിസ് സർവീസിന്റെ ആ ഒരു ബെനിഫിറ്റ് ആൻഡ് അഡ്വാൻറ്റേജ് ഏറ്റവും ഫലവത്തായിട്ടുള്ള രീതിയിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ എസ് എ പേഷ്യന്റ് എന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അവിടെ കൊടുത്തേക്കുന്നത്. പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്ന ശുപാർശ ചെയ്യുന്ന ഷെഡ്യൂൾ അനുസരിച്ച് ചികിത്സകൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ നമ്മൾ എന്താ പറഞ്ഞത്, ഡയറ്റീഷ്യൻ തയ്യാറാക്കുന്ന ആ ഒരു കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്ലാൻ അവിടെ ഫോളോ ചെയ്യുക. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത്, ഹാർട്ട് ഹെൽത്ത് ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കഴിയാവുന്ന ഫിസിക്കൽ ആക്ടിവിറ്റികളിലൊക്കെ ഇൻവോൾവ് ചെയ്യുക. പിന്നെ നമ്മൾ നിലവിൽ എടുക്കുന്നതോ എടുക്കാൻ ഉദ്ദേശിക്കുന്നതോ ആയിട്ടുള്ള മെഡിക്കേഷൻസ് ആയിക്കോട്ടെ, മറ്റുള്ള ഹെൽത്ത് സപ്ലിമെന്റ്സ് ആയിക്കോട്ടെ, ഹെർബൽ പ്രോഡക്റ്റുകൾ ആയിക്കോട്ടെ, അതിനെ പറ്റി നമ്മൾ ഡയാലിസിസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ഫാർമസിസ്റ്റുകളുമായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അതുപോലെ ചികിത്സാ സംബന്ധമായിട്ട് നമുക്ക് എന്തെങ്കിലും ആൻസൈറ്റി, നമുക്ക് എന്തെങ്കിലും ഉത്കണ്ഠ, സ്ട്രെസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, മറ്റെന്തെങ്കിലും സൈഡ് ഇഫക്റ്റുകളൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ ഡയാലിസിസ് ടീമുമായിട്ട് എന്ത് ചെയ്തിരിക്കണം, സംസാരിക്കും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഈ രീതിയിലൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡയാലിസിസിന്റെ ആ ഒരു പ്രയോജനം നല്ല രീതിയിലായിട്ട് ബെനിഫിറ്റ് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്?
ഓക്കെ ആണോ? അടുത്തത് കേട്ടോ. നെക്സ്റ്റ് ഭാഗം നോക്കാം. ആഫ്റ്റർ ഇഫക്ട്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ പറയുന്ന ഹീമോഡയാലിസിസ് ചെയ്യുകയാണെങ്കിലും പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെതായ ചില സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടാക്കി. അത് ഏതൊരു അലോപ്പതി ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാലും ചില സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് ഞാൻ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഹീമോഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്റ്റുകൾ ഏതൊക്കെയാണ്, പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്റ്റുകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ് പ്രത്യേകം തന്നെ ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗം കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. Both the kinds of dialysis have little side effects. It can also be difficult to tell surely whether its symptom is because of dialysis or the kidney failure that is also affecting the body. Some of the most common after effects that the people tell of include. അപ്പൊ നമുക്കറിയാം രണ്ട് ഡയാലിസിസ് നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെതായ ചില സൈഡ് ഇഫക്റ്റുകൾ ഉണ്ട് അല്ലെ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ പറയുന്ന ലക്ഷണങ്ങൾ അത് ഡയാലിസിസ് മൂലമാണോ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ കൊണ്ടാണോ ഉണ്ടാകുന്നത് കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ ഡയാലിസിസിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് വരുന്നതാവാം, ചിലപ്പോൾ ഓൾറെഡി കിഡ്നി ഫെയിലിയർ ആണല്ലോ അതുമൂലം ഉണ്ടാവുന്ന സിംറ്റംസ് ആവാം. ഏതാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എങ്കിലും പൊതുവെ കണ്ടുവരുന്ന കുറച്ച് സൈഡ് ഇഫക്റ്റുകളാണ് അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. പൊതുവെ കാണപ്പെടുന്ന സൈഡ് ഇഫക്റ്റുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഫസ്റ്റ് വരുന്നത് HD ആണ്. HD എന്താണ്? ഹീമോഡയാലിസിസ് ആണ് അല്ലെ. ഹീമോഡയാലിസിസിന്റെ ഈ പറയുന്ന സിംറ്റംസ് അല്ല, അതിന്റെ സൈഡ് ഇഫക്റ്റുകൾ കേട്ടോ. അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റുകൾ എന്തൊക്കെയാണ് പൊതുവെ കണ്ടുവരുന്നതാണ് കേട്ടോ. ഒന്നാമത്തെ സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ ആക്സസ് സൈറ്റ്. ദാറ്റ് മീൻസ് എൻട്രൻസ് പോയിന്റ് അല്ലെ. നമുക്കറിയാം വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പണിങ്സ് ആണെന്ന് നമുക്കറിയാം അല്ലെ. ഓക്കെ, അവിടെ ഉണ്ടാവുന്ന എന്താണ് സ്റ്റോപ്പേജ് അല്ലെങ്കിൽ ബ്ലോക്കേജ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വാസ്കുലർ ആക്സസ് സൈറ്റുകളിലൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ബ്ലഡ് ക്ലോട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ബ്ലോക്ക് ആവുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ബ്ലഡിന് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യാനായിട്ട് സാധിക്കാൻ പറ്റും. അങ്ങനെയുള്ള റിസ്ക് വളരെ കുറവാണ്, എങ്കിലും അതിനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതാണ് ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ട് അവർ പറയുന്നത് കേട്ടോ. സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ ആക്സസ് സൈറ്റ്. വാസ്കുലർ ആക്സസ് സൈറ്റിൽ ഉണ്ടാവുന്ന സ്റ്റോപ്പേജ്, ദാറ്റ് മീൻസ് ബ്ലോക്കേജ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ബ്ലഡ് ക്ലോട്ട് ആവും. ബ്ലഡ് ക്ലോട്ട് ആയി കട്ട പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ബ്ലോക്ക് ആവും അല്ലെ. ബ്ലോക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല രീതിയിൽ ബ്ലഡ് ഫ്ലോ ചെയ്യാനും പുറത്തോട്ട് കൊണ്ടുവരാനും അകത്തേക്ക് കയറ്റി വിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് അവിടെ പറയുന്നത് കേട്ടോ, സ്റ്റോപ്പേജ് യുവർ വാസ്കുലർ ആക്സസ് സൈറ്റ്. ഓക്കെ, പിന്നെ വരുന്നതാണ് മസ്കുലാർ സ്പാസം കേട്ടോ. മസ്കുലാർ സ്പാസം എന്ന് പറഞ്ഞാൽ പേശി വലിവ്, മസിൽ ക്രാംസ് എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. മസിൽ ക്രാംസ് എന്നൊക്കെ നമുക്ക് പറയാം മസ്കുലാർ സ്പാസം. കാര്യം നമ്മളിങ്ങനെ ഹീമോഡയാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മളിങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇങ്ങനെ ബ്ലഡ് നമ്മൾ എടുക്കുന്നു, അത് പ്യൂരിഫൈ ചെയ്യുന്നു, അതേ സമയം തന്നെ ബ്ലഡ് വലിക്കുന്നുണ്ട്, ബ്ലഡ് അതുപോലെ പ്യൂരിഫൈ ചെയ്ത് അകത്തോട്ട് കയറ്റി വിടുന്നുണ്ട്. ഇതെങ്ങനെ വളരെ പെട്ടെന്നാണ് നമ്മൾ ഈ ഷിഫ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ശരീരത്തിൽ ഇലക്ട്രോലൈറ്റിന്റെ ഇംബാലൻസസ് ഒക്കെ വരാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ ആ സമയത്ത് മസിൽ ക്രാംസ് ആവാനുള്ള സിറ്റുവേഷൻ ഉണ്ട്, ചാൻസുകൾ ഉണ്ട്. മസിൽ ക്രാംസ് തന്നെയാണ് മസ്കുലർ സ്പാസം എന്ന് പറയുന്നത്. പേശി വലിവ്, അത് കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. മസ്കുലർ സ്പാസം എന്ന് പറയുന്നത് പേശി വലിവ് കേട്ടോ. അടുത്തതാണ് ഹൈപ്പോ ടെൻഷൻ. ഹൈപ്പോ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ BP ആണ് അല്ലെ. ഹൈപ്പോ ഏതൊരു വാക്കിന്റെ കൂടെ ഹൈപ്പോ എന്ന് കണ്ടു കഴിഞ്ഞാൽ ലോ ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഹൈപ്പർ എന്ന് പറയുമ്പോൾ ഹൈ ലെവലാണ്. ഓക്കെ, ഹൈപ്പോ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ബ്ലഡ് പ്രഷർ ആണ് അല്ലെ. അതായത് BP രക്തസമ്മർദ്ദം കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ വരികയാണ് കേട്ടോ. അതൊക്കെ ഇതിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് കണ്ടുവരുന്നതാണ്. പിന്നെ വരുന്നത് വീക്ക്നെസ്, ഡിസ്നെസ് ഓർ നോസിയ. വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബലഹീനതയാണ് അല്ലെ. ഡിസ്നെസ് എന്താണ്? തലകറക്കം അല്ലെ. എന്താണ്? തലകറക്കമാണ്. നോസിയ എന്ന് പറഞ്ഞാൽ ഓക്കാനമാണ്, ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരും. പിന്നെ വരുന്നത് ബ്ലഡ് ലോസ് ആണ്. അതായത് ഒരുപാട് ബ്ലഡ് ലോസ് ആവാനുള്ള ചാൻസ് കൊണ്ട് കൂടുതലാണ്. കാരണം നമ്മൾ വെളിയിലോട്ട് പൂർണ്ണമായിട്ട് നമ്മൾ ബ്ലഡ് കൊണ്ടുവരുന്നുണ്ട് അല്ലെ. അതുപോലെ മെഷീനിലൂടെ കടത്തിലോട്ട് പ്യൂരിഫൈ ചെയ്ത് തിരിച്ച് കയറ്റി വിടുന്നുണ്ട്. അപ്പൊ ബ്ലഡ് ലോസ് ആവാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഇതൊക്കെയാണ് പൊതുവെ കണ്ടുവരുന്ന ഹീമോഡയാലിസിസിന്റെ സൈഡ് ഇഫക്റ്റുകൾ കേട്ടോ. അപ്പൊ ഓർത്ത് വെക്കാം എന്തൊക്കെയാണ്? സ്റ്റോപ്പേജ് ഇൻ ദ വാസ്കുലർ ആക്സസ് സൈറ്റ്, പിന്നെ വാസ്കുലർ സ്പാസം,
ഹൈപ്പോടെൻഷൻ, പിന്നെ വീക്ക്നെസ്, ഡിസ്നസ് ഓർ ലംസിയ. ഓക്കെ, പിന്നെന്താണ് ബ്ലഡ് ലോസ് കേട്ടോ. ഇതൊക്കെയാണ് പൊതുവായിട്ട് കണ്ടുവരുന്ന സൈഡ് ഇഫക്റ്റുകൾ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് കേട്ടോ. പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്റ്റുകൾ എന്തൊക്കെയാണ് കേട്ടോ. അത് രണ്ടെണ്ണം നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, ഒന്നാമത്തത് ഹെർണിയ ആണ് കേട്ടോ. എന്താണ് ഹെർണിയ? നമ്മൾ കുടലിറക്കം എന്നൊക്കെ പറയുക. മലയാളത്തിൽ നമ്മൾ കുടലിറക്കം എന്നാണ് പറയാ. നോക്കുക, അതെന്താണ് ഹെർണിയ എന്നുള്ളത് അവിടെ എത്തിയിട്ടുണ്ട്. വീക്ക്നെസ് ഇൻ യുവർ അബ്ഡോമൻ മസിൽ ഓഫൻ പ്രസന്റിംഗ് ആസ് എ ലംപ് ഓർ സ്വാളൻ. അതായത് നമുക്കറിയാം പെരിറ്റോണിയൽ ഡയാലിസിസ് എങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മുടെ പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്തേക്ക് നമ്മൾ ഫ്ലൂയിഡ് നിറയ്ക്കുകയാണ് അല്ലെ. ഈ ഫ്ലൂയിഡ് ഇങ്ങനെ നിറയ്ക്കുമ്പോൾ കുറെ അധികം സമയം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പെരിറ്റോണിയൽ ക്യാവിറ്റിക്കകത്ത് ഈ ഫ്ലൂയിഡിനെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് അല്ലെ. പലതവണ നമ്മൾ ഈ എക്സ്ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ അബ്ഡോമൻ മസിലുകൾ വീക്ക് ആവാനായിട്ട് തുടങ്ങും. ഓക്കെ, അബ്ഡോമൻ മസിൽസ് കൂടുതൽ വീക്ക് ആവാനായിട്ട് തുടങ്ങും. വീക്ക് ആവുമ്പോൾ അത് പയ്യെ ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങും, തൂങ്ങണ പോലെയോ. ഓക്കെ, ജസ്റ്റ് ഒന്നിങ്ങനെ തൂങ്ങുന്ന കാരണം അവിടെ ഇങ്ങനെ നമ്മൾ പെരിറ്റോണിയൽ ഫ്ലൂയിഡ് ഇങ്ങനെ നിറയ്ക്കുമ്പോൾ കുറെ അധികം സമയം നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളത് എടുത്ത് ക്ലീൻ ചെയ്യും, വീണ്ടും നമ്മൾ കയറ്റും. അപ്പൊ ഇങ്ങനെ നമ്മൾ നിരന്തരം ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടുത്തെ അബ്ഡോമൻ മസിലുകൾ കൂടുതൽ വീക്ക് ആവുകയും അവിടെ കൂടുതൽ ഇറങ്ങാൻ കുടലിന് ഒരു ഇറക്കം വരും. ഓക്കെ, ഇറക്കം വരിക എന്ന് പറയുന്നത് പൊതുവെ ഒരു ലംബായിട്ട്, ലംബ് എന്ന് പറഞ്ഞൊരു മുഴ പോലെ, ഒരു ഇൻഫ്ലമേഷൻ, ഒരു വീക്കം പോലെയൊക്കെ എന്താ വരാനായിട്ട് തുടങ്ങും. അതാണ് ലംബോർ സ്വാളൻ എന്ന് പറയുന്നത്. ഒരു ഇൻഫ്ലമേഷൻ പോലെ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ആ ഒരു അവസ്ഥയാണ് അവിടെ ഹെർണിയ കേട്ടോ. അതിനെയാണ് ഹെർണിയ എന്ന് പറയുന്നത്. ഹെർണിയ പൊതുവായിട്ട് കണ്ടുവരുന്ന പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ സൈഡ് ഇഫക്റ്റ് ആണ് കേട്ടോ. പിന്നെ പറയുന്നത് വെയിറ്റ് ഗെയിൻ ആണ്. ശരീരഭാരം കൂടാനായിട്ട് തുടങ്ങും. കാര്യം നമുക്കറിയാം, നമ്മൾ ഈ ഫ്ലൂയിഡ് ഒക്കെ നമ്മുടെ ബോഡിക്കകത്ത് നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ വെയിറ്റ് ഇങ്ങനെ ഗെയിൻ ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെ. ശരീരഭാരം വർദ്ധിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ എന്താണ് പെരിറ്റോണിയൽ ഡയാലിസിസ് നമുക്കറിയാം. അത് അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡ് ഇഫക്റ്റ് ഓർക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അല്ലെ. ഓക്കെ, ഇത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട് കേട്ടോ. അപ്പൊ പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ സൈഡ് ഇഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് ഹെർണിയ ആണ്. രണ്ടാമത്തത് വെയിറ്റ് ഗെയിൻ ആണ് കേട്ടോ. ശരീരഭാരം കൂടാനായിട്ട് തുടങ്ങും. Even though these after effects may sound terrifying, they should be compared to the risk that arise from continuing to live with the untreated kidney failure. കാര്യം നമുക്ക് ഈ സൈഡ് ഇഫക്റ്റുകളൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഒരു കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള വ്യക്തി ട്രീറ്റ്മെന്റ് എടുക്കാതെ അവരുടെ ലൈഫ് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് അതിലും വലിയ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, സൈഡ് ഇഫക്റ്റുകൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, എങ്കിലും നമുക്ക് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? ആഫ്റ്റർ ഇഫക്റ്റുകൾ മനസ്സിലായോ? പൊതുവെ കണ്ടുവരുന്ന സൈഡ് ഇഫക്റ്റുകൾ HDയില് TDയില് പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് പഠിക്കണം കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കും, വിച്ച് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി സൈഡ് ഇഫക്ട് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ചിലപ്പോൾ ഹീമോ ഡയാലിസിസിന്റെ സിംറ്റംസ് വരും, എന്നിട്ട് പെരിറ്റോണിയൽ ഡയാലിസിസിൽ ഉൾപ്പെടാത്തത് ഏതാണ്, സിംറ്റം അല്ലെങ്കിൽ സൈഡ് ഇഫക്റ്റിൽ ഉൾപ്പെടാത്തത് ഏതാണ്, ഹീമോ ഡയാലിസിസിന്റെ സൈഡ് ഇഫക്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ്, ഉൾപ്പെടാത്തത് ഏതാണ്, അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ മാറിപ്പോകരുത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഡയാലിസിസ് സെന്ററിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഡയാലിസിസ് സെന്റർ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. എന്താണ്? ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് അല്ലെ ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, വായിക്കാം. ഇറ്റ് ഇസ് എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ദാറ്റ് ട്രീറ്റ്സ് ദ പേഷ്യൻസ് വിത്ത് റീനൽ ഫെയിലിയർ കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വയ്ക്കാം. അതായത് നമുക്ക് റീനൽ ഫെയിലിയർ ആയിട്ട് തകരാറ് സംഭവിച്ചിട്ടുള്ള ആളുകൾക്ക് ട്രീറ്റ്മെന്റുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിനെയാണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത് കേട്ടോ. Sometimes patients with a normal renal functions also need hemodialysis like patients with some poison. ഇപ്പോ നമുക്കറിയാം, പൊതുവെ നമ്മള് ഇപ്പോ നോർമൽ റീനൽ ഫംഗ്ഷൻ ഉള്ള, അതായത് നോർമൽ ആയിട്ട് കിഡ്നി ഫംഗ്ഷൻസ് ഉള്ള ആളുകൾക്കും ചില സിറ്റുവേഷനിലെങ്കിലും ഹീമോഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. എങ്ങനെയുള്ള സിറ്റുവേഷൻ ആണ്? സം പോയിസണിങ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും വിഷം കഴിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പോയിസണിങ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നമ്മുടെ ബോഡിയിലൊക്കെ വന്ന് പെട്ട് കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ നമുക്ക് ബ്ലഡ് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, പ്യൂരിഫൈ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അത്തരം സിറ്റുവേഷൻ വളരെ ടെമ്പററി ആയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഹീമോഡയാലിസിസ് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ അങ്ങനെയുള്ളവർക്ക് വൃക്കതകരാറ് സംഭവിച്ചിട്ടല്ല എങ്കിലും ഇപ്പൊ പോയിസണിങ് ഒക്കെ ആവുന്ന സിറ്റുവേഷനിൽ പെട്ടെന്ന് നമുക്ക് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വളരെ ടെമ്പററി ആയിട്ട് ഹീമോഡയാലിസിസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി നോക്കാം. The dialysis center may act either or both inpatients and outpatients, relying on the medical facility type.
അതായത് ഈ പറയുന്ന ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത് ഇൻ പേഷ്യന്റ് അടിസ്ഥാനത്തിലും ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിലും സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? ഇൻ പേഷ്യന്റ് അടിസ്ഥാനത്തിലും ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഔട്ട് പേഷ്യന്റ് ബേസിസിലും ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ വളരെ ഗുരുതരമായിട്ട് വളരെ സിവിയർ ആയിട്ടുള്ള ഒരു കിഡ്നി തകരാറായിട്ട് വരുന്ന ഒരു പേഷ്യന്റ് ആണ്. അവർക്ക് നമുക്ക് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ എങ്കിൽ അവരവിടെ അഡ്മിറ്റ് ചെയ്യും അല്ലെ, അവരെ ഇൻപേഷ്യന്റ് അടിസ്ഥാനത്തിൽ തന്നെ അഡ്മിറ്റ് ചെയ്ത് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ മറ്റു കൊടുക്കും. ഇനി അതല്ല മറ്റുള്ള കേസുകളാണെങ്കിൽ ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിലും ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ്, രാവിലെ വന്ന് ഡയാലിസിസ് ചെയ്ത് തിരിച്ചു പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ. അങ്ങനെ രണ്ട് തരത്തിലുള്ള സേവനങ്ങളും ഏത് കൊടുക്കുന്നുണ്ട്, ഡയാലിസിസ് സെന്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് റിലേറ്റ് ഓൺ ദ മെഡിക്കൽ ഫെസിലിറ്റി ടൈപ്പ്, അവർക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സിനനുസരിച്ച് കൊണ്ട് ഇൻപേഷ്യന്റ് അടിസ്ഥാനത്തിലും ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിലും അത് സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർക്ക് ഈ പറയുന്ന പോലെ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള റിസോഴ്സുകൾ ഉണ്ട്, അതിനുള്ള ഫെസിലിറ്റികൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ ആ രീതിയിൽ ഇൻപേഷ്യന്റ് ട്രീറ്റ്മെന്റ് കൊടുക്കും. ഓക്കെ, അതൊക്കെ അതിനനുസരിച്ച് അത് ചെയ്യും. മെഡിക്കൽ ഫെസിലിറ്റി ടൈപ്പിനനുസരിച്ച് രണ്ട് രീതിയിലുള്ള സേവനങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, ആൻഡ് വി പ്രൊവൈഡ് സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ് ആൻഡ് ഫോർ പെരിറ്റോണിയൽ ഡയാലിസിസ് ബിസൈഡ്സ് ടു ഹീമോഡയാലിസിസ്. അതിന് പുറമെ സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ്, അതായത് നമുക്കറിയാം പെരിറ്റോണിയൽ ഡയാലിസിസ് പോലെ എന്താണ് സെൽഫ് ഡയാലിസിസ്, സ്വന്തമായിട്ട് നമുക്ക് ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങളും ഈ പറയുന്ന ഡയാലിസിസ് സെന്ററുകൾ ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പേഷ്യൻസിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. കൂടുതലും ഹീമോ ഡയാലിസിസിനേക്കാൾ നല്ലത് ഏതാണ്, പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. അതാവുമ്പോൾ നമുക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റും അല്ലെ. കാരണം ഡയാലിസേറ്റ് ഫ്ലൂയിഡുകളും കത്തീറ്ററും ബാഗുകളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. മറ്റൊരിതില് ഹീമോ ഡയാലിസിസ് ഉപരിയായിട്ട് പെരിറ്റോണിയൽ ഡയാലിസിസ് പോലെയുള്ള സെൽഫ് ട്രെയിനിങ് ഒക്കെ ഇത് കൊടുക്കുന്നുണ്ട്, ഡയാലിസിസ് സെന്ററുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കാം, ഡയാലിസിസ് സെന്റർ എന്ന് പറഞ്ഞാൽ റീനൽ ഫെയിലിയർ ആയിട്ടുള്ള ആളുകൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. ഇത് ഇൻ പേഷ്യന്റ് അടിസ്ഥാനത്തിലും ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിലും സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സെൽഫ് ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള പരിശീലനങ്ങളും ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡയാലിസിസ് സെന്ററുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ ആണല്ലോ, ഇനിയാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ് ആണ് കേട്ടോ. അതായത് ഒരു ഡയാലിസിസ് ഏരിയയ്ക്ക് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ്. ഒരു ഡയാലിസിസ് ഏരിയ, അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് സെന്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഡയാലിസിസ് ഏരിയ ആയിക്കോട്ടെ, അവിടെ ഉണ്ടായിരിക്കേണ്ട ഇൻഫ്രാസ്ട്രക്ചർ, അവിടെ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെ പറ്റിയിട്ടാണ് നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ശ്രദ്ധിക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, the dialysis area should be provided with the air conditioning. ഒന്നാമത്തെ പോയിന്റ് എന്താണ്, ഡയാലിസിസ് ഏരിയ that should be provided with the air conditioning അല്ലെ. ഡയാലിസിസ് ഏരിയ എന്ന് പറയുന്നത് എയർ കണ്ടീഷനിങ് പ്രൊവൈഡ് ചെയ്തിരിക്കണം അല്ലെ. ഡയാലിസിസ് ഏരിയയിൽ AC പ്രൊവൈഡ് ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ AC പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടായിരിക്കും AC പ്രൊവൈഡ് ചെയ്യാൻ പറയുന്നത്, എന്തുകൊണ്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? ഓക്കെ, ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് അല്ലെ. ഷർട്ടിന് കറക്റ്റ് ആണ്, ഇസ്മ കറക്റ്റ് ആണ്, ഇൻഫെക്ഷൻ കുറയ്ക്കാനായിട്ട്. അത് മാത്രമാണോ, പിന്നെ എന്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും? ആലോചിച്ച് അതായത് നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നാമത്തെ കാര്യം എന്താണ്, പേഷ്യന്റിന്റെ സേഫ്റ്റി, അവരുടെ കംഫർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ AC പ്രൊവൈഡ് ചെയ്യും അല്ലെ. പിന്നെ നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ AC പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം എയർ കണ്ടീഷൻ ആണ്, അവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എയർ ഫിൽട്രേഷൻ നടക്കുന്നുണ്ട് അല്ലെ. എയർ ഇങ്ങനെ ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലുള്ള കണ്ടാമിനൻസ്, മറ്റുള്ള മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പൊ അതിലൂടെ നമുക്ക് ഒരു പരിധി വരെ ഇൻഫെക്ഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഇൻഫെക്ഷൻ കൺട്രോളിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്കറിയാലോ ആ ഡയാലിസിസ് ഏരിയയുടെ ടെമ്പറേച്ചർ, അവിടുത്തെ ഹ്യൂമിഡിറ്റി ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. പ്രത്യേകിച്ച് നമുക്കറിയാം ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് ആണ്. അപ്പൊ അവർക്ക് നമ്മൾ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് കാര്യങ്ങളൊക്കെ വരും അവർക്ക്. ഓക്കെ, അപ്പൊ അത് അവരുടെ ശരീരത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ, ഭയങ്കര ഒരു ഫ്ലക്ച്വേഷൻസ് വരും അവരുടെ ബോഡിക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡയാലിസിസ് ഏരിയ എന്ന് പറയുന്നത് അവിടുത്തെ ടെമ്പറേച്ചർ ആണെങ്കിലും ഹ്യൂമിഡിറ്റി ആണെങ്കിലും എന്ത് ചെയ്തിരിക്കണം, കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ,
പിന്നെ നമ്മൾ പറഞ്ഞ പോലെ അതിനേക്കാൾ ഉപരി ഡയാലിസിസ് മെഷീനുകളുടെ പ്രൊട്ടക്ഷന് കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ AC പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. കാര്യം ഇത്തരത്തിലുള്ള മെഷീനുകളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിന് കേടുപാടുകളൊക്കെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് AC പ്രൊവൈഡ് ചെയ്യണം. AC വേണം ഇത്തരം മെഷീനുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയാലിസിസ് ഏരിയയിൽ AC പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ്. ഒന്ന് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന്, പിന്നെ ഡയാലിസിസ് റൂമിനകത്ത് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്യുന്നതിന്, പിന്നെ പേഷ്യന്റിന്റെ സേഫ്റ്റിക്കും അവരുടെ കംഫർട്ടിനും വേണ്ടിയിട്ട്, അതോടൊപ്പം ഡയാലിസിസ് എക്യുപ്മെന്റ്സുകളുടെ പ്രൊട്ടക്ഷന് കൂടെ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, AC അവിടെ പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയും. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് കേട്ടോ, ഡയാലിസിസ് ഏരിയ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് എയർ കണ്ടീഷനിങ്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ഈച്ച് മെഷീൻ ഷുഡ് ബി at the center of adequate area to permit the easy movement of personnel and the resuscitation equipment whenever needed. ഇതാണ് പറയുന്നത്. അതായത് നമ്മുടെ ഡയാലിസിസ് ഏരിയക്കകത്തെ ഓരോ മെഷീനുകളും കൃത്യമായിട്ടുള്ള, അതായത് ഒരു ആഡിക്വേറ്റ് ഏരിയ എന്ന് വെച്ചാൽ അതിന് ആ ഒരു മെഷീൻ ഇരിക്കാൻ പര്യാപ്തമായിട്ടുള്ള സ്ഥലത്ത് ഏകദേശം ഒരു സെന്റർ ഭാഗത്തായിട്ട് വേണം നമ്മൾ ഓരോ എക്യുപ്മെന്റുകളും പ്ലേസ് ചെയ്യാനായിട്ട്. ഇതിനു വേണ്ടിയിട്ടാണ് ടു പെർമിറ്റ് ദ ഈസി മൂവ്മെന്റ് ഓഫ് പേഴ്സണൽ. പേഴ്സണൽ എന്ന് പറഞ്ഞ സ്റ്റാഫുകളാണ് കേട്ടോ. അവിടുത്തെ സ്റ്റാഫുകൾക്ക് വളരെ ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ചില രോഗികൾക്ക് റീസസിറ്റേഷൻ ആവശ്യമായിട്ട് വരികയാണ്. ഇപ്പൊ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ രോഗിക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ അവരുടെ പുനരുജ്ജീവനത്തിൽ അവരുടെ റീസസിറ്റേഷൻ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകളൊക്കെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പാകത്തില്, എളുപ്പം അല്ലെ ആക്സസ് ചെയ്യാൻ പാകത്തില് അങ്ങനെ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലത്ത് വേണം നമ്മൾ ഓരോ മെഷീനുകളും അവിടെ പ്ലേസ് ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ അതാണ് അവിടെ പറയുന്നത് കേട്ടോ, ഓരോ മെഷീനുകളും കൃത്യമായിട്ടുള്ള ഒരു ആഡിക്വേറ്റ് ഏരിയയിലാണ് മെഷീൻ കൃത്യമായിട്ടൊരു പര്യാപ്തമായിട്ടൊരു സ്ഥലത്ത് ഒരു സെന്റർ പോർഷനിലൊക്കെ ആയിട്ട് വേണം എല്ലാവർക്കും, അതായത് അവിടുത്തെ സ്റ്റാഫുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനും അവർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും. ഇനി എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വന്നാൽ റീസസിറ്റേഷൻ എക്യുപ്മെന്റുകളൊക്കെ ഒരുപാട് ദൂരെ കൊണ്ടുവച്ച ബുദ്ധിമുട്ടാവും അല്ലെ, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള പെട്ടെന്നൊക്കെ ആക്സസ് ചെയ്യാൻ പാകത്തില് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലായിട്ട് വേണം ഓരോ മെഷീനുകളും എന്ത് ചെയ്യാനായിട്ട്, പ്ലേസ് ചെയ്യാനായിട്ട്. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത്. ഈച്ച് മെഷീൻ ഷുഡ് ബി അറ്റ് ദ സെന്റർ ഓഫ് ആഡിക്വേറ്റ് ഏരിയ to permit the easy movement of personnel and resuscitation equipment whenever needed. Okay. Third point ഇതാണ് പറയുന്നത്, the layout must have facilities for safeguarding a patient's privacy. എപ്പോഴും ഒരു രോഗിയുടെ പ്രൈവസി അല്ല അവരുടെ സ്വകാര്യതയെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഒരു എന്താ പറയാ ഡയാലിസിസ് ഏരിയയുടെ പ്ലാനിങ് അല്ലെങ്കിൽ ഫെസിലിറ്റീസുകൾ ഉണ്ടായിരിക്കുന്നത് അല്ലെ. അതല്ലെങ്കിൽ ഒരു പേഷ്യന്റിന്റെ റൈറ്റ് ആണ്, അതായത് ഒരു രോഗിയുടെ സ്വകാര്യത ഉറപ്പുവരുത്താൻ അവരുടെ പ്രൈവസി അല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഈ പറയുന്ന പേഷ്യൻസിന്റെ പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഡയാലിസിസ് ഏരിയയിലെ ഫെസിലിറ്റി ഉണ്ടായിരിക്കുന്നത് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുന്നു കേട്ടോ. നാലാമത്തെ പോയിന്റ് ഇതാണ്, ഐസൊലേഷൻ റൂം ആണ് കേട്ടോ. ഐസൊലേഷൻ റൂം, there should be distinct areas for dialysis patients with conditions that need isolation, rapidly desirable പറഞ്ഞിട്ടുണ്ട്, to guarantee the safety to patients and staff in the dialysis. അതായത് ഈ പറയുന്ന ഡയാലിസിസ് റൂമില് പേഷ്യൻസിനായിക്കോട്ടെ അവിടുത്തെ സ്റ്റാഫുകൾക്കായിക്കോട്ടെ അവരുടെ സേഫ്റ്റി ഗ്യാരണ്ടി ചെയ്യുന്നതിന്, അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഇപ്പൊ ഐസൊലേഷൻ ആവശ്യമായിട്ടുള്ള ചില പേഷ്യൻസ് ഉണ്ടായിരുന്നു അല്ലെ, അവരെ ഡയാലിസിസ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു സെപ്പറേറ്റ് റൂം, ഒരു ഐസൊലേഷൻ റൂം ഫെസിലിറ്റി എവിടെ ഉണ്ടായിരിക്കണം, ഡയാലിസിസ് ഏരിയക്കകത്ത് ഉണ്ടായിരിക്കണം. ചില രോഗികളെ സംബന്ധിച്ച് അവരെ മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കം നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ട് വരും. അതായത് അത്രയും സീരിയസ് ആയിട്ടുള്ള സിവിയർ ആയിട്ടുള്ള ചില പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമ്മളൊരു ഐസൊലേഷൻ റൂമിൽ വേണം അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട്. അതുകൊണ്ടാണ് അവർ ഡിസൈറബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ള പേഷ്യൻസിന് ഐസൊലേഷൻ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിന് ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള ഐസൊലേഷൻ റൂം, ഒരു ഡിസ്റ്റിങ്ക്ട് റൂം സംവിധാനങ്ങൾ എവിടെ ഉണ്ടായിരിക്കണം, ഡയാലിസിസ് ഏരിയയിൽ ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അത് അവിടുത്തെ രോഗിയുടെ മാത്രമല്ല അവിടുത്തെ സ്റ്റാഫുകളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഐസൊലേഷൻ റൂം സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നത് കേട്ടോ. അത് മാത്രമല്ല, ദിസ് ഏരിയ ഷുഡ് ഹാവ് എ ഫ്രീ വാട്ടർ സപ്ലൈ ആൻഡ് ഡ്രെയിനേജ് ഫെസിലിറ്റീസ്. ഈ പറയുന്ന ഏരിയകളിൽ എന്താണ്, ഫ്രീ വാട്ടർ സപ്ലൈ, ഡ്രെയിനേജ് ഫെസിലിറ്റികൾ ഉണ്ടായിരിക്കണം. ഐസൊലേഷൻ റൂം എന്ന് പറയുമ്പോൾ അവിടെ ഈ പറയുന്ന ഫെസിലിറ്റികളൊക്കെ കൊടുക്കണം അല്ലെ. ഫ്രീ വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം,
ഈ പറയുന്ന ഡ്രെയിനേജ് ഫെസിലിറ്റികളൊക്കെ ഒതുക്കി കളയാനുള്ള ഡ്രെയിനേജ് ഫെസിലിറ്റികളൊക്കെ ഉണ്ടായിരിക്കണം കേട്ടോ. അഞ്ചാമത്തെ പോയിന്റ് ഇതാണ് ഡയാലിസിസ് സെന്റർ ഷോൾ എക്സിബിറ്റ് ആക്ട് സൈനേജ് വിച്ച് ഷോൾ ബി ഇൻ അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജസ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ഡയാലിസിസ് സെന്ററിൽ കുറഞ്ഞത് 2 ഭാഷകളിലെങ്കിലും നമ്മൾ സൈനേജ് ബോർഡുകൾ എക്സിബിറ്റ് ചെയ്തിരിക്കണം അല്ലെ. അതിപ്പോ എനിക്ക് ഹോസ്പിറ്റലിൽ കാണാൻ പറ്റും അല്ലെ. ഡയാലിസിസ് ഒന്നില്ലെങ്കിൽ മലയാളത്തിലും ഉണ്ടാവും, ചിലപ്പോൾ ഇംഗ്ലീഷിലും ഉണ്ടായിരിക്കും. ഇപ്പൊ ഡയാലിസിസ് ഏരിയയിൽ പാലിക്കേണ്ട ജനതകള്, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങളായിട്ട് രേഖപ്പെടുത്തുന്ന സൈനേജ് ബോർഡുകൾ, അത് ഏതെങ്കിലും 2 ഭാഷകളിൽ കേട്ടോ. ഒന്നുകിൽ മലയാളം ഇംഗ്ലീഷ് എങ്ങനെയാന്ന് വെച്ചാൽ ഏതെങ്കിലും 2 ഭാഷകളിലെങ്കിലും ഡയാലിസിസ് ഏരിയയിലെ സൈനേജ് ബോർഡുകൾ എക്സിബിറ്റ് ചെയ്തിരിക്കണം. ഇതൊക്കെയാണ് ഒരു ഡയാലിസിസ് ഏരിയയ്ക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ. ഒരു ഡയാലിസിസ് ഏരിയയിൽ ഉണ്ടായിരിക്കേണ്ട റിക്വയർമെന്റ്സുകളെ പറ്റിയാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, എന്തൊക്കെ പോയിന്റുകൾ നമ്മൾ പറഞ്ഞത്? ഡയാലിസിസ് ഏരിയയിൽ AC പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഓരോ മെഷീനുകളും ആഡിക്വേറ്റ് ഏരിയയുടെ സെന്റർ പ്ലേസിലായിട്ട് വേണം വെക്കാനായിട്ട്. എന്ന് വെച്ചാൽ അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനും അവർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും പാകത്തിന് വേണം ഓരോ മെഷീനുകളും നമ്മൾ അവിടെ പ്ലേസ് ചെയ്യുന്നത്. പിന്നെ എപ്പോഴും ഒരു രോഗിയുടെ പ്രൈവസി, അവരുടെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി, സ്വകാര്യതയെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഡയാലിസിസ് ഏരിയയുടെ ഫെസിലിറ്റികൾ ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഐസൊലേഷൻ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിന് ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഐസൊലേഷൻ റൂം സംവിധാനങ്ങൾ ഡയാലിസിസ് ഏരിയയിൽ ഉണ്ടായിരിക്കണം. അവിടെ എന്താണ് ഫ്രീ വാട്ടർ സപ്ലൈയും ഡ്രെയിനേജ് ഫെസിലിറ്റികളും കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. പിന്നെന്താണ്, ഡയാലിസിസ് ഏരിയയിൽ കുറഞ്ഞത് 2 ഭാഷകളിലെങ്കിലും സൈനേജ് ബോർഡുകൾ എക്സിബിറ്റ് ചെയ്തിരിക്കണം, പ്രദർശിപ്പിച്ചിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? നെക്സ്റ്റ് അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് വെരിഫൈ. ഇനി ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ വെരിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. A patient and his hospital representative or relative has the following rights with regard to the dialysis center കേട്ടോ. അപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഒരു പേഷ്യന്റിന്റെ മാത്രമല്ല, പേഷ്യന്റിന്റെ അവരുടെ റെപ്രസെന്റേറ്റീവ്സ് അവരുടെ അവകാശങ്ങളാണ് കേട്ടോ, അവരുടെ റൈറ്റ്സ് ആണ്. ഒരു ഡയാലിസിസ് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അവകാശങ്ങളെ പറ്റിയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ അവകാശങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ, പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് ആരാണ്? അത് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ പോയിന്റ് ആണ് പ്രൊവൈഡ് ദ ആംബിൾ ഇൻഫർമേഷൻ അബൌട്ട് ദ നേച്ചർ, cause of illness, proposed investigations and care, expected results of treatment, likely complications. എന്താണ് പറയുന്നത്? അതായത് ഒരു രോഗിയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ അസുഖത്തെ പറ്റി അറിയാനുള്ള അവകാശമുണ്ട് അല്ലെ. അവരുടെ എന്താണ് ആംബിൾ ഇൻഫർമേഷൻ അബൌട്ട് ദ നേച്ചർ, ദാറ്റ് മീൻസ് നേച്ചർ ഓഫ് ദെയർ ഡിസീസ് അല്ലെ. അവരുടെ അസുഖം എന്താണ്, അസുഖ നിലവിലുള്ളവരുടെ അസുഖത്തിന്റെ സ്റ്റാറ്റസ് എന്താണ്, അതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ അവർക്ക് അറിയാനുള്ള അവകാശമുണ്ട് അല്ലെ. അതുപോലെ കോസ് ഓഫ് ഇൽനെസ്, അസുഖ കാരണം എന്താണ്, പ്രപ്പോസ്ഡ് ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് കെയർ, അവർക്കായിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പരിചരണങ്ങൾ എന്തൊക്കെയാണ്, അതിൽ നിന്നും അവർ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് എന്താണ് അല്ലെ. ഓരോ ട്രീറ്റ്മെന്റുകളും അവർക്ക് പ്ലാൻ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഔട്ട്കംസ് എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും അല്ലെ. അപ്പൊ ഓരോ ട്രീറ്റ്മെന്റിൽ നിന്നും അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്കംസുകൾ, റിസൾട്ട് എന്തൊക്കെയാണ്, ലൈക്ലി കോംപ്ലിക്കേഷൻസ്, അതായത് ഇൻക്ലൂഡിങ് അതിന്റെ പൊട്ടൻഷ്യൽ റിസ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ല, അതിന്റെ കോൺസിക്വൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഓരോ രോഗിക്കുമുണ്ട് അല്ലെ. അങ്ങനെ വിവരങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് അവരുടെ അഡ്മിനിസ്ട്രേഷൻ ആണ്. പറഞ്ഞു മനസ്സിലായല്ലോ? അപ്പൊ ഓരോ രോഗിക്കും അവരുടെ അസുഖത്തെ പറ്റി, അവരുടെ അസുഖ കാരണങ്ങള്, അവർക്കായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ, ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെയാണ്, അതിൽ നിന്നും അവർ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് ഔട്ട്കംസ് എന്തൊക്കെയാണ്, ഇൻക്ലൂഡിങ് പൊട്ടൻഷ്യൽ റിസ്ക് അല്ലെ, കോൺസിക്വൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് മതിയായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടാനുള്ള അവകാശം ഒരു പേഷ്യന്റിനുണ്ട്. അത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? അതൊരു ഹോസ്പിറ്റലിലുണ്ട്. അത് കൊടുക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ് patient has the right to know the bill, so the expected cost of treatment that should be discussed before the treatment കേട്ടോ. അതോടൊപ്പം തന്നെ ഓരോ പേഷ്യന്റിനും അവരുടെ ബില്ലുകൾ അറിയാനുള്ള അവകാശമുണ്ട് കേട്ടോ. അതുകൊണ്ട് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ ഏകദേശം എക്സ്പെക്ടഡ് കോസ്റ്റ്, എത്ര ഏകദേശം ചെലവ് വരും എന്നതിനെ പറ്റിയിട്ട് അവരുമായിട്ട് എന്ത് ചെയ്യണം? ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിരിക്കണം.
ക്ലിയർ ആയോ പറഞ്ഞത്? ഓരോ പേഷ്യന്റിനും ഇതിപ്പോ ഡയാലിസിസ് മാത്രം വെച്ച് പറയുന്നതല്ല, എല്ലാ പേഷ്യൻസിനുള്ള ഒരു റൈറ്റ് ആണ് ഈ പറയുന്നത് കേട്ടോ. അപ്പൊ പേഷ്യൻസിന് അവരുടെ ബില്ലുകൾ അറിയാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് എപ്പോഴും ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഏകദേശം എക്സ്പെക്ടഡ് കോസ്റ്റ് എത്ര വരും എന്നുള്ളതിനെ പറ്റി മുൻകൂട്ടി തന്നെ ഡിസ്കസ് ചെയ്തത് നല്ലതാണ് കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നില്ലെന്ന് ഉറപ്പാക്കണം കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ ആണ് ഇതൊക്കെ വെരിഫൈ ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, ടു ഇൻഫോംഡ് കൺസെന്റ് പ്രയർ ടു ദ സ്പെസിഫിക് ടെസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ് കേട്ടോ. എക്സാമ്പിൾ സർജറി. പ്രയർ എന്ന് വെച്ചാൽ മുൻപെന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് ഇപ്പൊ ഒരു സ്പെസിഫിക് ടെസ്റ്റ് ആയിക്കോട്ടെ, ഒരു ട്രീറ്റ്മെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോട്ടെ ഒരു സർജറി അല്ലെ, ഇതെല്ലാം തുടങ്ങുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്ത് മേടിക്കണം? പേഷ്യന്റിന്റെ ഒരു സമ്മതം അവിടെ ആവശ്യമാണ്. അതിപ്പോ ഈ ഡയാലിസിസിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു പേഷ്യന്റിനും ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് അവരുടെ സമ്മതം, അവരുടെ കൺസെന്റ് അവിടെ ലഭിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അത് തന്നെയാണ് അവിടെ പറയുന്നത്, ഇൻഫോംഡ് കൺസെന്റ് കിട്ടണം അല്ലെ. ഒരു സ്പെസിഫിക് ടെസ്റ്റ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് സർജറി ആയിക്കോട്ടെ, അതെല്ലാം തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒരു ഇൻഫോംഡ് കൺസെന്റ് രോഗിയിൽ നിന്ന് ലഭിക്കണം. എന്തുകൊണ്ടാണ് ഇൻഫോംഡ് കൺസെന്റ്? കൺസെന്റ് എന്ന് പറഞ്ഞാൽ സമ്മതമാണ്. ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയാൻ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ അവരോട് എല്ലാവിധ കാര്യങ്ങളും അവരുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, നമ്മൾ തുടക്കം പറഞ്ഞൊരു പോയിന്റ് ഇല്ലേ, അതായത് അവരുടെ രോഗത്തെ പറ്റിയിട്ടും എല്ലാത്തിനെയും പറ്റി കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് അവർക്ക് കൊടുത്ത് അവർക്ക് അതെല്ലാം ബോധ്യപ്പെട്ടുകൊണ്ട് അവർ തരുന്ന സമ്മതമാണ്. അതായത് ഇടയ്ക്കും ചിലക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്ത് എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ച് അവരുടെ ഒരു സമ്മതം വാങ്ങുന്നതല്ല. അവരുടെ ചികിത്സയെ പറ്റിയിട്ട് പൂർണ്ണമായിട്ടും വ്യക്തമായിട്ടും കൃത്യമായിട്ടും അറിവുകൾ കൊടുത്ത് ഇൻഫർമേഷൻസ് അവരിത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി കൊണ്ട് കൊടുക്കുന്ന സമ്മതം. ഓക്കെ, അതുകൊണ്ടാണ് ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്നത്. കാര്യങ്ങളൊക്കെ അറിയിച്ച് അവർക്കത് ബോധ്യപ്പെട്ട് എല്ലാ പൊട്ടൻഷ്യൽ റിസ്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ട് ഒരു രോഗി കൊടുക്കുന്ന സമ്മതമാണ് ഇൻഫോംഡ് കൺസെന്റ്. അങ്ങനെ ഒരു കൺസെന്റ് കിട്ടിയതിനു ശേഷം മാത്രമേ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതൊക്കെ ഉറപ്പാക്കേണ്ടത് അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. നാലാമത്തെ പോയിന്റ് ഇതാണ്, ടു സീക്ക് എ സെക്കൻഡ് ഒപ്പീനിയൻ ഫ്രം എ പ്രോപ്പർ ക്ലിനിഷ്യൻ ഓഫ് പേഷ്യന്റ് ചോയ്സ് വിത്ത് റെക്കോർഡ്സ് ആൻഡ് ഇൻഫർമേഷൻ ബീയിങ് പ്രൊവൈഡഡ് by treating hospital, treating hospital. അതായത് അവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ഏതൊരു പേഷ്യന്റിനും അവരുടെ ഇഷ്ടത്തിന്, അവരുടെ ചോയ്സ് അനുസരിച്ചിട്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടാനുള്ളൊരു റൈറ്റ്, അവകാശം ഏതൊരു പേഷ്യന്റിനും ഉണ്ട് അല്ലെ. പ്രത്യേകിച്ചും നമ്മൾ ഗുരുതരമായിട്ട് അസുഖങ്ങളൊക്കെ ആയിട്ട് ഡയഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 2-3 ഒപ്പീനിയൻസ് ഇപ്പോഴും എടുക്കുന്നത് നല്ലതാണ് അല്ലെ. നമ്മൾ ജസ്റ്റ് ആദ്യം പോയി ഡോക്ടറെ കണ്ടു, അവര് പറയുന്നത് ചെയ്യേണ്ടെന്നല്ല പറയുന്നത്. ഇപ്പോഴും നമ്മളൊരു സെക്കൻഡ് ഒപ്പീനിയൻ തേടുന്നത് നല്ലതായിരിക്കും അല്ലെ. 2-3 ഒപ്പീനിയൻസ് ഒക്കെ എടുക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ നമുക്ക് കിട്ടുള്ളൂ അല്ലെ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ഒരു പേഷ്യൻസിന് അവരുടെ ചോയ്സ് അനുസരിച്ച് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടാനുള്ളത്, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രോപ്പർ ക്ലിനിഷ്യനിൽ നിന്ന്, പ്രോപ്പർ ഡോക്ടറിൽ നിന്ന് അവർക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടാനുള്ള അവകാശമുണ്ട്. അതിനൊരിക്കലും നിഷേധിക്കാനായിട്ട് പാടുള്ളതല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇപ്പൊ ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റല് അവർക്ക് ആവശ്യമായിട്ടുള്ള റെക്കോർഡ്സുകളും ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അതിനുള്ള ഫെസിലിറ്റികൾ അത് ചെയ്തു കൊടുക്കണം. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുള്ള ഒരു പേഷ്യന്റ്, അവർക്ക് ഇപ്പൊ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടണം എന്നുള്ളത് അവരുടെ ചോയ്സ് ആണ്. അപ്പൊ നമ്മൾ ആ പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ വിട്ടു പോകുമെന്ന് കരുതിയിട്ട് നമ്മളവരെ അതിന് എന്താ പറയാ, നിരസിക്കുകയല്ല വേണ്ടത്. പകരം അത് പേഷ്യന്റിന്റെ റൈറ്റ് ആണ്, അവരുടെ അവകാശമാണ്. അവർക്ക് സെക്കൻഡ് ഒപ്പീനിയൻ തേടാനുള്ള റൈറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള റെക്കോർഡ്സുകൾ ഇൻഫർമേഷൻസ് കൊടുത്തിട്ട് അതിന് വേണ്ട ഫെസിലിറ്റേഷൻസ് ചെയ്തു കൊടുക്കേണ്ടത് ഒരു അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അതാണ് കേട്ടോ. അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്, ടു കീപ് ദ പ്രൈവസി ഹ്യൂമൻ ഡിഗ്നിറ്റി ഡ്യൂറിംഗ് ദ ട്രീറ്റ്മെന്റ് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന രോഗിയുടെ പ്രൈവസി, നേരത്തെ നമ്മൾ അതിനെപ്പറ്റി പറയുന്നത് രോഗിയുടെ സ്വകാര്യത, അതുപോലെ തന്നെ ഡിഗ്നിറ്റി. ഡിഗ്നിറ്റി എന്ന് വെച്ചാൽ ഇവിടെ മഹാത്മ്യം എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ റെസ്പെക്ട്, അവരോടുള്ള ഒരു റെസ്പെക്ട് അല്ലെ. അതുപോലെ തന്നെ അവരുടെ ഒരു പ്രൈവസി ഒക്കെ കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് വേണം അവർക്ക് ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് ആറാമത്തെ പോയിന്റ്, ടു നോൺ ഡിസ്ക്രിമിനേഷൻ എബൌട്ട് ട്രീറ്റ്മെന്റ് ആൻഡ് ബിഹേവിയർ ഓൺ ദ ബേസിസ് ഓഫ് ഡിസീസസ് ലൈക്ക് HIV. അതായത് നമ്മളിപ്പോ ഒരു രോഗത്തിന്റെ പേരിലും ഒരു കാരണവശാലും അവരോടുള്ള പെരുമാറ്റത്തിലോ പരിചരണത്തിലോ ഒരു വിധത്തിലുള്ള വിവേചനം നമ്മൾ കാണിക്കാനായിട്ട് പാടുള്ളതല്ല. പ്രത്യേകം ഇവിടെ പറയുന്നിട്ടുണ്ട്, HIV പോലുള്ള AIDS പോലുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഒരിക്കലും അവരോട് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിലാവട്ടെ അല്ലെങ്കിൽ അവരോടുള്ള പെരുമാറ്റത്തിലായിക്കോട്ടെ യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ, വിവേചനം നമ്മൾ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, അത് ഇതിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. അവരോടുള്ള പെരുമാറ്റത്തിലായാലും അവരോടുള്ള ചികിത്സയിലായാലും യാതൊരു തരത്തിലുള്ള വിവേചനങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏഴാമത്തെ പോയിന്റ് ഇതാണ്, ടു ട്രൈ ടു ഫൈൻഡ് ദ റിഡ്രസൽ. റിഡ്രസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിഹാരം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പരിഹാരം.
to try to find a redressal in case of grievance based on services provided by the establishment. കേട്ടോ, grievances എന്ന് പറഞ്ഞ പരാതികളാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ പറയുന്ന ഡയാലിസിസ് ഏരിയ പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉന്നയിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള പരിഹാരം കാണുന്നതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? ഇതൊക്കെ ഒരു അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് ഏതെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് ക്ലിയർ ആവാത്തതുണ്ടോ? എല്ലാ പോയിന്റും ഓക്കെ ആണോ നിങ്ങൾക്ക്? പറയൂ. ഓക്കെ ആണ്. അടുത്തതാണ് പേഷ്യൻസ് റെസ്പോൺസിബിലിറ്റീസ് കേട്ടോ. ഇനി എസ് എ പേഷ്യന്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? പ്രൊവൈഡ് ഇൻഫർമേഷൻ അല്ലെ. പ്രൊവൈഡ് ഇൻഫർമേഷൻ. രോഗി എന്ത് ചെയ്തിരിക്കണം? അവരുടെ രോഗത്തെ പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ ആരുടെ പറയണം? ഡോക്ടറുമായിട്ട് ഷെയർ ചെയ്തിരിക്കണം അല്ലെ. നമ്മൾ പണ്ട് ആൾക്കാർ പറയുമല്ലോ, വക്കീലിന്റെ അടുത്തും ഡോക്ടർമാരുടെ അടുത്തൊന്നും ഒന്നും ഒളിക്കരുതെന്ന് പറയില്ല, അവരുടെ അടുത്തെല്ലാം പറയണമെന്ന് പറയും. അതുപോലെ തന്നെയാണ് അല്ലെ, നമ്മുടെ ഡോക്ടേഴ്സിന്റെ അടുത്ത് എന്താണ് ഒന്നും നമ്മൾ മറച്ചു വെക്കരുത് അല്ലെ. നമ്മുടെ ഹെൽത്തിനെ പറ്റിയിട്ട്, അതായത് നമ്മുടെ ഹാബിറ്റ്സിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ വളരെ ജെന്യുവൻ ആയിട്ട് തന്നെ നമ്മൾ ആരുടെ അടുത്ത് ഷെയർ ചെയ്തിരിക്കണം? ഡോക്ടേഴ്സിന്റെ അടുത്ത്, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ അടുത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ? പ്രൊവൈഡ് ഇൻഫർമേഷൻ. രണ്ടാമത്തെ പോയിന്റ് ആണ് അസോസിയേറ്റ് വിത്ത് ദ ഡോക്ടേഴ്സ് ഇൻ ദ കോഴ്സ് ഓഫ് എക്സാമിനേഷൻ, അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് അല്ലെ. അതുപോലെ നമ്മുടെ രോഗിയുടെ എക്സാമിനേഷൻ, അവരുടെ ട്രീറ്റ്മെന്റിൽ, അവരുടെ ആ ഒരു ചികിത്സാ സമയങ്ങളിൽ ഡോക്ടേഴ്സുമായിട്ട് നല്ല രീതിയിൽ അസോസിയേറ്റ് ചെയ്ത് അവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് ആസ് എ പേഷ്യന്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്വമാണ് കേട്ടോ. ഓക്കെ, അതുപോലെ അബൈഡ് ബൈ ഓൾ ഇൻസ്ട്രക്ഷൻസ്. അബൈഡ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പാലിക്കുക എന്നാണ്. നമ്മൾ നേരത്തെ പഠിച്ചൊരു വാക്കാണിത്. അബൈഡ് ബൈ ഓൾ ഇൻസ്ട്രക്ഷൻസ്. അതോടൊപ്പം തന്നെ ഡോക്ടർ നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്തിരിക്കണം? പാലിച്ചിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? പേ ദ ഹോസ്പിറ്റൽസ് എഗ്രീഡ് ഫീസ് ഓൺ ടൈം. അതുപോലെ കൃത്യമായിട്ടുള്ള സമയത്ത് ഹോസ്പിറ്റൽ ബില്ലുകളൊക്കെ നമ്മൾ പേ ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് എന്താണ്? റെസ്പെക്ട് ദ നൊബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡോക്ടേഴ്സിന്റെയും മറ്റു ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെയൊക്കെ നൊബിലിറ്റി, അവരുടെ ആ ഒരു അവരെ നമ്മൾ നൊബിലിറ്റി എന്ന് വെച്ചാൽ കുലീനത എന്നൊക്കെയുള്ള അർത്ഥമാണ്. എന്ന് വെച്ചാൽ അവരെ മാനിക്കുക കേട്ടോ. അവർക്ക് വേണ്ട റെസ്പെക്ട് അവർക്ക് റെസ്പെക്ട് കൊടുത്തുകൊണ്ടായിട്ട് നമ്മൾ ഇപ്പോഴും അവരോട് പെരുമാറാനായിട്ട് കേട്ടോ. ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, അവിടുത്തെ മറ്റുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ ആയിക്കോട്ടെ, അവരുടെ ജോലിയോട് അവരോടൊരു റെസ്പെക്ട് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് വേണം അവരുമായിട്ട് പ്രവർത്തിക്കാനായിട്ട്. അതായത് പേഷ്യന്റ് എന്നുള്ള രീതിയിൽ അവരുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. മനസ്സിലായോ? അതായത് അവരുടെ രോഗത്തെ പറ്റി കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ, ട്രീറ്റ്മെന്റിന്റെ ഒക്കെ സമയത്ത് കൃത്യമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കണം. അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. ഹോസ്പിറ്റൽ ബില്ലുകൾ കൃത്യമായിട്ട് തന്നെ പേ ചെയ്തിരിക്കണം. അതുപോലെ ഡോക്ടേഴ്സ്, മറ്റുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്കൊക്കെ റെസ്പെക്ട് കീപ്പ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ അവരോട് ബിഹേവ് ചെയ്യാൻ. അതൊക്കെ ഒരു പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ, ഉത്തരവാദിത്തമാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഡയാലിസിസ് കോർഡിനേറ്റർ ആണ് കേട്ടോ. ഒരു ഡയാലിസിസ് കോർഡിനേറ്ററുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ആരാണ് ഡയാലിസിസ് കോർഡിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതായത് ആരാണ് ഡയാലിസിസ് കോർഡിനേറ്റർ? ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം, ഡയാലിസിസ് ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസിന് വേണ്ട എല്ലാവിധ പിന്തുണകളും മറ്റും കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഡയാലിസിസ് കോർഡിനേറ്റർ എന്ന് പറയുന്നത് അല്ലെ. ഡയാലിസിസ് ട്രീറ്റ്മെന്റുകളൊക്കെ എടുക്കുന്ന രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ പിന്തുണകളും സപ്പോർട്ടുകളും ഒക്കെ കൊടുക്കുന്ന ഒരു സ്റ്റാഫാണ് ഡയാലിസിസ് കോർഡിനേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ് കേട്ടോ. മേക്ക് ഷുവർ ദാറ്റ് ദ ക്ലിനിക്കൽ ടീം പ്രൊവൈഡ്സ് ദ ഹൈയസ്റ്റ് ലെവൽ ഓഫ് കെയർ ടു ദ പേഷ്യൻസ് by taking care of their safety, comfort and well-being. അതായത് നമ്മൾ ഈ പറയുന്ന രോഗിയുടെ സുരക്ഷിതത്വം, അവരുടെ സേഫ്റ്റി, അവരുടെ കംഫർട്ട്, അവരുടെ ക്ഷേമം, ഇതിനെല്ലാം തന്നെ കൺസിഡർ ചെയ്തുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഒരു പരിചരണമാണ് ക്ലിനിക്കൽ ടീം അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ഉറപ്പാക്കേണ്ടത് ഡയാലിസിസ് കോർഡിനേറ്റർ ആണ് കേട്ടോ. അതിന് മനസ്സിലായോ? രോഗികൾക്ക് അവരുടെ സേഫ്റ്റി അല്ലെ, അവരുടെ കംഫർട്ട്, അവരുടെ വെൽബീയിങ്ങിനൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അവർക്ക് ഏറ്റവും നല്ല പരിചരണങ്ങൾ ക്ലിനിക്കൽ ടീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടത് ഒരു ഡയാലിസിസ് കോർഡിനേറ്ററുടെ റെസ്പോൺസിബിലിറ്റി
ആണ്. ഓക്കെ, അതിൽ എന്തെങ്കിലും വീഴ്ചകളും പാളിച്ചകളും ഒക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിന് വേണ്ട നടപടികളൊക്കെ ആരെടുത്തിരിക്കണം? ഡയാലിസിസ് കോർഡിനേറ്റർ എടുത്തിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? എക്സാമിൻസ് ആൻഡ് സോൾവ്സ് പ്രോബ്ലംസ് ദാറ്റ് ഫാൾ ഔട്ട്സൈഡ് ഓഫ് ദ ഡൊമൈൻ ഓഫ് ദ നഴ്സ് ക്ലിനിഷ്യൻ കൺസേണിംഗ് പേഷ്യന്റ് കെയർ ആൻഡ് മാനേജ്മെന്റ് ആൻഡ് അസോസിയേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് കെയർ പ്രൊവൈഡർ. കേട്ടോ, അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന നഴ്സ് ഈ നമ്മുടെ പേഷ്യന്റിന് പരിചരണങ്ങൾ കൊടുക്കുന്ന പേഷ്യന്റിനെ ഒക്കെ മാനേജ് ചെയ്യുന്നത് ബന്ധപ്പെട്ടിട്ടുള്ള ഈ പറയുന്ന ഡോക്ടർമാരായിക്കോട്ടെ, നഴ്സിംഗ് സ്റ്റാഫുകളായിക്കോട്ടെ, അവരുടെ തലങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള പ്രോബ്ലംസുകൾ അല്ലെ, ഇത് നമുക്ക് ഈ പറയുന്ന ഡയാലിസിസ് കൊടുക്കേണ്ട പേഷ്യന്റിന്റെ പരിചരണങ്ങൾ അവരുടെ മാനേജ്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇപ്പൊ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നഴ്സുമാരൊക്കെ അവർ ഫേസ് ചെയ്യുന്ന ചില പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അതിനപ്പുറത്തേക്കുള്ള എന്ത് പ്രോബ്ലംസുകൾ വന്നാലും അത് കൃത്യമായിട്ട് എക്സാമിൻ ചെയ്ത് വിലയിരുത്തി അത് സോൾവ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഒരു ഡയാലിസിസ് കോർഡിനേറ്റർക്കാണ് ഉള്ളത്. കേട്ടോ, അത് മാത്രമല്ല അസോസിയേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് കെയർ പ്രൊവൈഡേഴ്സ്, അതോടൊപ്പം അവർക്കൊരു നല്ല ട്രീറ്റ്മെന്റ് ഒരു പരിചരണം പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകൾ, മറ്റുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതും ഒരു ഡയാലിസിസ് കോർഡിനേറ്ററുടെ ഉത്തരവാദിത്തം. അദ്ദേഹം പറഞ്ഞാണ് ഡയാലിസിസ് പേഷ്യൻസിന് വേണ്ട എല്ലാവിധ പിന്തുണ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അവരുടെ ട്രീറ്റ്മെന്റ്, അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ സപ്പോർട്ടുകൾ കൊടുക്കാൻ പറ്റുമോ അത് മുഴുവൻ ആര് കൊടുക്കണം? ഡയാലിസിസ് കോർഡിനേറ്റർ കൊടുക്കണം. കേട്ടോ, മൂന്നാമത്തെ പോയിന്റ് ഇതാണ്. Gather, assess claims and response to a wide range of requests for information from the patients and other staff who represent the different levels of the organization. അതായത് നമ്മുടെ ഓർഗനൈസേഷന്റെ വിവിധ തലങ്ങളിൽ പെടുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ, അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫുകളായിക്കോട്ടെ, അവരിൽ നിന്നുമെല്ലാം ഇൻഫർമേഷൻസ് എല്ലാം കൃത്യമായിട്ട് കളക്ട് ചെയ്ത്, ഗ്യാദർ ചെയ്യാന്ന് വെച്ചാൽ എന്താ? കളക്ട് ചെയ്യുക അല്ലെ, ശേഖരിച്ച് അത് കൃത്യമായിട്ട് വിലയിരുത്തി അതിനെ അനലൈസ് ചെയ്ത് അതിന് വേണ്ട കൃത്യമായിട്ടുള്ള റെസ്പോൺസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് ആരാണ്? ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. കേട്ടോ, ഓക്കെ, ഡയാലിസിസ് സംബന്ധമായിട്ട് പേഷ്യൻസിനും അവിടുത്തെ സ്റ്റാഫുകളിൽ നിന്നൊക്കെ കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ കളക്ട് ചെയ്യാം. കളക്ട് ചെയ്ത വിവരങ്ങൾ നല്ല രീതിയിൽ അസസ് ചെയ്ത് വിലയിരുത്തി അതിനെ അനലൈസ് ചെയ്ത് കൃത്യമായിട്ടുള്ള റെസ്പോൺസുകൾ അല്ലെ, തിരിച്ചവർക്ക് വേണ്ട റെസ്പോൺസും മറ്റും കൊടുക്കേണ്ടത് ഒരു ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിയേ. Helps in the development and implementation of the discharge plans, including Act Community Service Act, appropriate. Appropriate ചുരുക്കിയിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത്, അനുയോജ്യമായ എന്നതാണ്. കേട്ടോ, എന്താണ് പറയുന്നത്? Helps in the development and implementation of the discharge plans, including appropriate community services. അല്ലെ, അതായത് നമ്മൾ ഈ പറയുന്ന ഡയാലിസിസ് രോഗികൾക്ക് അനുയോജ്യമായിട്ടുള്ള കമ്മ്യൂണിറ്റി സേവനങ്ങൾ ഉൾപ്പെടുന്ന രീതിയിൽ ഡിസ്ചാർജ് പ്ലാനുകൾ തയ്യാറാക്കി അതിന് വേണ്ട ഡിസ്ചാർജ് പ്ലാനുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാനൊക്കെ സഹായിക്കേണ്ടത് ഒരു കോർഡിനേറ്റർ ആണ്. കാര്യം ഡയാലിസിസ് ചെയ്ത് പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വരുന്നു, ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തിരിച്ചു വീട്ടിലോട്ട് പോകും. പക്ഷെ അതിനുശേഷവും അവർക്ക് പല എന്താ പറയുന്നത്, അവർക്ക് വേണ്ട പരിചരണങ്ങളും മറ്റും കിട്ടണം അല്ലെ. അല്ലാണ്ട് ഹോസ്പിറ്റലിൽ മാത്രമല്ല അവരുടെ പരിചരണങ്ങൾ ലഭിക്കേണ്ടത്. അത് കഴിഞ്ഞ് അവർ വീട്ടിൽ പോകുമ്പോൾ ഒരു ഡയാലിസിസ് പേഷ്യന്റ് അവർക്ക് കിട്ടേണ്ട ചില പരിചരണങ്ങളുണ്ട്. അപ്പൊ ഇതിനായിട്ട് ചില കമ്മ്യൂണിറ്റി സർവീസുകൾ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഇപ്പൊ വീട്ടിൽ ചെയ്യുന്ന വല്ല എന്താ പറയാ സോഷ്യൽ വർക്കുകൾ അല്ലെ, ഇപ്പൊ ഈ പറയുന്ന റീഹാബിലിറ്റേഷൻ സർവീസുകൾ പോലെയുള്ള കമ്മ്യൂണിറ്റി സേവനങ്ങളും കൂടി ഡയാലിസിസ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യും. ആ രീതിയിൽ അനുയോജ്യമായിട്ടുള്ള കമ്മ്യൂണിറ്റി സേവനങ്ങൾ ഉൾപ്പെടുന്ന രീതിയിൽ ഡിസ്ചാർജ് പ്ലാനുകളൊക്കെ തയ്യാറാക്കി അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ഒരു ഡയാലിസിസ് കോർഡിനേറ്ററാണ്. ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ്. അസിസ്റ്റ് വിത്ത് ഇൻഷുറൻസ് ഇഷ്യൂസ് റിക്വയർഡ് ടു ഗെറ്റ് ദ ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസ് ത്രൂ ദ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഫെസിലിറ്റീസ് വെരിഫിക്കേഷൻ പ്രോസസ്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പേഷ്യൻസിന് ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസുകളൊക്കെ ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഷുറൻസ് പ്രവർത്തനങ്ങളിൽ അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുക അല്ലെ. മിക്കവാറും ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുള്ള ആളുകളാണെങ്കിൽ ഡയാലിസിസ് സേവനങ്ങളൊക്കെ ലഭിക്കാൻ ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ പ്രോസസ് ചെയ്യാം. അധികം ഡിലേ വരാത്ത രീതിയിൽ ക്ലെയിമുകളൊക്കെ കറക്റ്റ് ആയിട്ട് പ്രോസസ് ചെയ്യാം. ഇൻഷുറൻസ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻഷുറൻസിന്റെ വെരിഫിക്കേഷൻ പ്രോസസ് സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ വരുന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ അസിസ്റ്റ് ചെയ്യാം അല്ലെ. അതിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് ഒക്കെ പെട്ടെന്ന് ക്ലെയിം ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അസിസ്റ്റൻസ് പിന്തുണയൊക്കെ കൊടുക്കേണ്ടത് ഒരു ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. കേട്ടോ, ഓക്കെ, അതാണ് അവർ പറയുന്നത്. അസിസ്റ്റ് വിത്ത് ഇൻഷുറൻസ് ഇഷ്യൂസ് റിക്വയർഡ് ടു ഗെറ്റ് ദ ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസ് ത്രൂ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഫെസിലിറ്റീസ് വെരിഫിക്കേഷൻ പ്രോസസ്. കേട്ടോ,
അടുത്ത പോയിന്റ് നോക്കിയേ, ലിങ്ക് ബി ഇൻ കോൺടാക്ട് വിത്ത് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം in a purposeful goal-directed action, works eagerly to maximize the effectiveness of the resource utilization. എന്താണ് പറയുന്നത്? ലിങ്ക് ബി ഇൻ കോൺടാക്ട് വിത്ത് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീമിന്റെ പർപ്പസ്ഫുൾ ഗോൾ ഡയറക്റ്റഡ് ആക്ഷൻ. അതായത് എല്ലാ പോയിന്റുകളും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ, ഈ കൺസെപ്റ്റ് തന്നെയാണ് അവർ പറയുന്നത്. അതായത് നമ്മൾ ഈ പറയുന്ന രോഗികൾക്ക് ഏറ്റവും നല്ല പരിചരണങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് വളരെ പർപ്പസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ അല്ലെ, അവർക്ക് ഏറ്റവും നല്ല പരിചരണങ്ങൾ കൊടുക്കുന്നതിനായിട്ട് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം എന്ന് വെച്ചാൽ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകൾ, മറ്റുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവരുമായിട്ട് ഡീൽ ചെയ്ത് അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് സഹകരിച്ച് പ്രവർത്തിക്കുന്നതും ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായോ? അതായത് ഡയാലിസിസ് സർവീസ് കൊടുക്കാന്ന് പറഞ്ഞാൽ അവിടെ മാത്രമല്ല, ഒരു ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിനെ സംബന്ധിച്ചാണെങ്കിൽ നമുക്കൊരു നെഫ്രോളജിസ്റ്റിന്റെ മാത്രം സഹായമല്ല അവിടെ വേണ്ടി വരുന്നത് അല്ലെ, നമുക്കിപ്പോ ഒരു ഇന്റർനാഷണൽ റേഡിയോളജിസ്റ്റിന്റെ സഹായം ആവശ്യം വരും. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ഫിസ്റ്റുല അങ്ങനെയുള്ള ഗ്രാഫ്റ്റ് ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കൊരു റേഡിയോളജിസ്റ്റിന്റെ സഹായം വേണ്ടി വരും. അപ്പൊ അത് വേറൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണ് അല്ലെ. അതുപോലെ വൃക്ക രോഗികളാണെങ്കിൽ അവർ ഫോളോ ചെയ്യുന്നത് അതിലെ ഡയറ്റ് പ്ലാനുകൾ ഉണ്ട് അല്ലെ, ആ ഡയറ്റ് പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നത് ഡയറ്റീഷ്യൻ ആണ്, അവരും ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണ്, അതൊരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ് അല്ലെ. അപ്പൊ ആ രീതിയിൽ രോഗിക്ക് എല്ലാ രീതിയിലും നല്ലൊരു പരിചരണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം ഓക്കെ, അതായത് മറ്റുള്ള ഹെൽത്ത് പ്രൊഫഷണൽസുമായിട്ട് സഹകരിച്ച് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ടതും ഡയാലിസിസ് കോർഡിനേറ്ററുടെ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് അവരുടെ ലക്ഷ്യം എന്ത് മാത്രമാണ്? ഏറ്റവും നല്ല പരിചരണങ്ങൾ രോഗിക്ക് പ്രൊവൈഡ് ചെയ്യാൻ കേട്ടോ. അത് മാത്രമല്ല, വർക്ക്സ് ഈഗർലി ടു മാക്സിമൈസ് ദി ഇഫക്റ്റീവ്നെസ് ഓഫ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. അതായത് അവിടെ ലഭ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളെ നല്ല രീതിയിൽ മാക്സിമം അതിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് കൂടുതൽ ഇഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുക എന്നുള്ളതും ഡയാലിസിസ് കോർഡിനേറ്ററുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ അടുത്ത പോയിന്റ് എന്താണ്? ഹെൽപ്പിംഗ് എസ്റ്റാബ്ലിഷിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ പേഷ്യന്റ് ടു ഓർ ഫ്രം ഡയാലിസിസ് ഫെസിലിറ്റി. അതുപോലെ തന്നെ ഈ പറയുന്ന ഡയാലിസിസ് പേഷ്യൻസിനെ ഡയാലിസിസ് സെന്ററിലോട്ടും അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ടും അല്ലെ, അവിടേക്കും ഈ പറയുന്ന ഡയാലിസിസ് ഫെസിലിറ്റിയിലോട്ടും അവിടെ നിന്നുമൊക്കെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കേണ്ടത് ഒരു ഡയാലിസിസ് കോർഡിനേറ്റർ ആണ് കേട്ടോ. കാരണം അങ്ങനെയുള്ള രോഗികൾക്ക് അവർക്ക് ഡയാലിസിസ് ചെയ്യാൻ വരണം, തിരിച്ചു പോകണം. അപ്പൊ അങ്ങനെ അവർക്ക് വേണ്ട എല്ലാ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റികളും മറ്റുകൊണ്ട് കൊടുക്കേണ്ടത് ഡയാലിസിസ് കോർഡിനേറ്റർ ആണ് കേട്ടോ. പിന്നെ വരുന്നത് മോണിറ്റേഴ്സ് റെക്കോർഡ്സ് ആൻഡ് അപ്ഡേറ്റ്സിന്റെ ഇൻഫർമേഷൻ കേട്ടോ. ഈ ഡയാലിസിസ് രോഗികളുടെ അവരിൽ സംബന്ധമായിട്ടുള്ള എല്ലാവിധ ഇൻഫർമേഷൻസും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക കേട്ടോ. കൃത്യമായിട്ട് നിരീക്ഷിക്കുക, അവരുടെ ഇൻഫർമേഷൻസ് കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. കൃത്യമായിട്ട് വിവരങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കേണ്ടത് ഒരു ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. പിന്നെ വരുന്നത് പ്രിപ്പയേഴ്സ് ഫയൽസ്, റിട്രീവ്സ് ആൻഡ് കീപ്സ് റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് ഫ്രം ദ ഡിപ്പാർട്ട്മെന്റൽ ഫയൽ സിസ്റ്റം. ഫില്ലെന്നല്ല കേട്ടോ, ഫയലിനാക്കണേ, ഫയൽ എന്നാണ് കേട്ടോ, ഫയൽ സിസ്റ്റംസ് എന്നാക്കണം കേട്ടോ. അതായത് നമുക്കറിയാം ഓരോ രോഗിയുടെയും ഫയലുകള് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെ, നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഈ പറയുന്ന എന്താ പറയാ പേഷ്യൻസിന്റെ ഫയലുകൾ അല്ലെ, ഇപ്പൊ പുതിയ പേഷ്യൻസ് വരികയാണെങ്കിൽ അവർക്കായിട്ട് പുതിയൊരു ഫയൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നിലവിൽ ഇരിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റൽ ഫയൽ സിസ്റ്റത്തിൽ നിന്ന് അവരുടെ ഫയലുകൾ റിട്രീവ് ചെയ്യുക അല്ലെ, അവരുടെ നിലവിലുള്ള രോഗിയുടെ ഫയലുകൾ എടുക്കുക, അവരുടെ റെക്കോർഡ്സുകളും ഡോക്യുമെന്റ്സുകളൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, കീപ്പ് ചെയ്യുക. ഇതൊക്കെ ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഓരോരോ പോയിന്റുകൾ ഇങ്ങനെ കുറെ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സംഭവം ഇത്രയൊക്കെ ഉള്ളൂ. ഇവര് ഡയാലിസിസ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ട മാനേജ്മെന്റ് ഒക്കെ ചെയ്യുന്നത് സേഫാണ് കേട്ടോ. അവരെ സംബന്ധിക്കുന്ന ഫയലുകൾ ആയിക്കോട്ടെ, ഇൻഫർമേഷൻ ആയിക്കോട്ടെ, അത് പ്രോപ്പർ ആയിട്ട് മോണിറ്റർ ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, മാനേജ് ചെയ്യുക, കീപ്പ് ചെയ്യുക, ഇതൊക്കെ ഡയാലിസിസ് കോർഡിനേറ്റർ ആണ് ചെയ്യേണ്ടത് കേട്ടോ. ഫൈനൽ പോയിന്റ് ഇതാണ്, അറ്റൻഡ്സ് ഡെയിലി റൗണ്ട്സ് ഓർ മീറ്റിംഗ്സ് ടു ഡിസ്കസ് ദ ഷെഡ്യൂൾ, പേഷ്യന്റ് റിക്വയർമെന്റ്സ് ആൻഡ് കണ്ടിന്യൂ ദ ഇംപ്രൂവ്മെന്റ് എഫർട്സ് ഓർ റിമൈൻഡേഴ്സ് കേട്ടോ. അതായത് നമ്മൾ ഈ പറയുന്ന പേഷ്യന്റിന്റെ ആവശ്യകതകൾ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഷെഡ്യൂളുകളെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കുന്നതിനും അവരെ അറിയിക്കുന്നതിനൊക്കെ ആയിട്ട് ഡെയിലി റൗണ്ട്സുകൾ നടത്താം. ഇടയ്ക്കിടയ്ക്ക് പേഷ്യൻസിന്റെ അടുത്ത് നമ്മൾ റൗണ്ട്സ് നടത്തുക, അവരെ പോയി മീറ്റ് ചെയ്യുക, അവരുടെ ആവശ്യകതകൾ, അവർക്ക് എന്തെങ്കിലും റിക്വയർമെന്റ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെപ്പറ്റി അവരുടെ കമ്മ്യൂണിക്കേറ്റ് മനസ്സിലാക്കുക, അവർക്കായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ഷെഡ്യൂളുകളെ പറ്റി അവരെ ഓർമ്മപ്പെടുത്തുക അല്ലെ, അവരെ അറിയിക്കുക. അങ്ങനെ ആ രീതിയിൽ കണ്ടിന്യൂ ദി ഇംപ്രൂവ്മെന്റ് എഫർട്സ് അല്ലെ, ഇവരുടെ എഫർട്ടുകൾ അല്ലെ, ഈ പറയുന്ന നല്ല സേവനം കൊടുക്കാനുള്ള അവരുടെ എഫർട്ടുകൾ മെച്ചപ്പെടുത്തിക്കൊണ്ട്
അതിനായിട്ട് എന്നും എന്ത് ചെയ്യാം, ആ പേഷ്യൻസിന്റെ അടുത്ത് റൗണ്ട്സ് നടത്താം, അവരുടെ അടുത്ത് റൗണ്ട്സിന് പോകുമ്പോൾ അവരായിട്ട് മീറ്റ് ചെയ്യുക, അവർക്ക് എന്തെങ്കിലും റിക്വയർമെന്റ്സുകളോ അവർക്ക് എന്തെങ്കിലും ആവശ്യകതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നേരിട്ട് പോയി സംസാരിച്ച് മനസ്സിലാക്കുക, അവരുടെ ഷെഡ്യൂളുകളെ പറ്റി അവർ റിമൈൻഡ് ചെയ്യുക, ഓർമ്മിപ്പിക്കുക. ഇതൊക്കെ ചെയ്യേണ്ടത് ഡയാലിസിസ് കോർഡിനേറ്ററുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു ഡയാലിസിസ് കോർഡിനേറ്റർക്ക് ഉത്തരവാദിത്വം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിന്റ് ഷഫിൾ ചെയ്തൊക്കെ തരും. എന്നിട്ട് ചോദിക്കും ഡയാലിസിസ് കോർഡിനേറ്റർ ഉത്തരവാദിത്വം എന്താണ്, അതിനൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറയുമ്പോൾ ഈ പോയിന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓക്കെ, അപ്പൊ ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഏതെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയുക കേട്ടോ. ഏതെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് അത് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കെല്ലാം മനസ്സിലായോ? ക്ലിയർ ആയോ? ഫിഫ്ത് പോയിന്റ് പറഞ്ഞത് അല്ലെ? ഓക്കെ, ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഫിഫ്ത് പോയിന്റ് അല്ലെ? 1, 2, 3, 4, 5. ഓക്കെ, അതായത് അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്, അസിസ്റ്റ് വിത്ത് ഇൻഷുറൻസ് ഇഷ്യൂസ് റിക്വയർഡ് ടു ഗെറ്റ് ദ ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസസ് ത്രൂ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഫെസിലിറ്റീസ് വെരിഫിക്കേഷൻ പ്രോസസ്. അതായത് നമ്മൾ ഈ പറയുന്ന ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന പേഷ്യൻസ് ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടോ? ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ വലിയൊരു തുക അവർക്ക് ട്രീറ്റ്മെന്റിനായിട്ട് ആവശ്യം. അപ്പൊ അത് കൂടുതലും ഇൻഷുറൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇൻഷുറൻസിലൂടെയാണ് അവർ പല കാര്യങ്ങളും പേയ്മെന്റും മറ്റുമൊക്കെ നടത്തുന്നുണ്ടാവും. എല്ലാവരുടെ കാര്യമല്ല, മിക്കവരും അങ്ങനെയായിരിക്കും ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഡയാലിസിസ് സേവനങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യത്തില് എല്ലാവിധ സപ്പോർട്ടുകൾ കൊടുക്കുന്നത് ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. അതായത് നമ്മളിപ്പോ ഡയാലിസിസ് ട്രീറ്റ്മെന്റിനൊക്കെ പോകുമ്പോൾ ഇൻഷുറൻസ് നമുക്ക് ക്ലെയിം ചെയ്യണം. ഓക്കെ, ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് നമുക്ക് ആ പേയ്മെന്റ് കിട്ടണം അല്ലെ? ഇൻഷുറൻസ് തുക നമുക്ക് കിട്ടണം, എങ്കിൽ മാത്രമേ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അധികം ഡിലേ വരാതെ ഇൻഷുറൻസ് പ്രോസസ്സുകളൊക്കെ നമ്മൾ ചെയ്യണം. കൃത്യമായിട്ട് പേപ്പറും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു ക്ലെയിം നമുക്ക് പെട്ടെന്ന് പ്രോസസ് ചെയ്ത് പൈസ നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ. അപ്പോ ഈ ഡയാലിസിസ് സേവനങ്ങൾ ലഭിക്കാനായിട്ട് ഈ രോഗിയുടെ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് തന്നെയാണ്. ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള വെരിഫിക്കേഷൻ ഒക്കെ നടത്തുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള അസിസ്റ്റൻസ് അവർക്ക് കൊടുക്കുക. ഓക്കെ, പേപ്പറുകളും മറ്റും ഇൻഷുറൻസ് പേപ്പറുകളും മറ്റും ശരിയാക്കി കൊടുക്കാനും ക്ലെയിമുകളൊക്കെ പ്രോസസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും കൊടുക്കുന്നത് ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. ഓക്കെ, ശരണ്യല്ലേ ചോദിച്ചത്? ശരണ്യക്ക് മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? ഇൻഷുറൻസ് ഒക്കെ നമ്മൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഇൻഷുറൻസ് കിട്ടാനായിട്ട് കൃത്യമായ ഡോക്യുമെന്റ്സ് മറ്റൊക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യണം. അതൊക്കെ സബ്മിറ്റ് ചെയ്ത് കമ്പനി അതൊക്കെ വെരിഫൈ ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ക്ലെയിം പെട്ടെന്ന് അപ്രൂവ് ചെയ്ത് നമുക്ക് കിട്ടുള്ളൂ. അധികം വൈകാതെ ക്ലെയിമുകളൊക്കെ നമുക്ക് പെട്ടെന്ന് പ്രോസസ് ചെയ്ത് കിട്ടാനും മറ്റുമായിട്ട് ഡയാലിസിസ് കോർഡിനേറ്റർ സഹായിക്കണം. ഓക്കെ, രോഗിക്ക് ഒറ്റയ്ക്ക് അവിടെ ചെയ്യാൻ പറ്റില്ലല്ലോ. അവർക്ക് പൈസ കിട്ടുന്ന കാര്യം രോഗികളെ സംബന്ധിച്ച് അവർക്ക് പെട്ടെന്ന് എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാലാണ് അവരുടെ ട്രീറ്റ്മെന്റുകളും മറ്റും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ട കിട്ടുന്നു കേട്ടോ. ഇതോട് കൂടിയിട്ട് നമ്മുടെ ഡയാലിസിസ് സർവീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. എളുപ്പമുള്ള ചാപ്റ്റർ അല്ലേ? പഠിച്ചാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഓക്കെ, എളുപ്പമുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ദിവസം നമുക്ക് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. ലബോറട്ടറി സർവീസസ് എന്ന് പറയുന്ന പുതിയ, അപ്പൊ ഞാൻ 6ാമത്തെ പോയിന്റ് മനസ്സിലായില്ലേ? 6ാമത്തെ പോയിന്റ് ഇതാണ് കേട്ടോ. ലിങ്ക് ഗെയിൻ കോണ്ടാക്ട് വിത്ത് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം ഇൻ എ പർപ്പസ്ഫുൾ ഗോൾ ഡയറക്റ്റഡ് ഫാഷൻ. അതായത് നമ്മൾ രോഗികളുടെ ഏറ്റവും ഡയാലിസിസ് പേഷ്യൻസിന് ഏറ്റവും നല്ല പരിചരണങ്ങൾ അവർക്ക് കൊടുക്കണം അല്ലെ? നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കണം അല്ലെ? ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളിപ്പോ ഡയാലിസിസ് ചെയ്യുമ്പോൾ നമ്മളൊരു നെഫ്രോളജിസ്റ്റ് അല്ലെ? നെഫ്രോളജിസ്റ്റിന്റെ സഹായം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ല. നമ്മളിപ്പോ വാസ്കുലർ ആക്സസൈറ്റും മറ്റുമൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് അല്ലെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് റേഡിയോളജിസ്റ്റിന്റെ സഹായം ആവശ്യം വരും അല്ലെ? അൾട്രാസൗണ്ട് സ്കാനിംഗ് ഒക്കെ നടത്തിയിട്ട് ഒരു റേഡിയോളജിസ്റ്റിന്റെ സഹായം നമ്മൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ വേറൊരു വിഭാഗമാണ് റേഡിയോളജി വിഭാഗം, അവിടുത്തെ ഡോക്ടറുടെ സഹായം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പൊ വൃക്ക രോഗികളാണെങ്കിൽ അവർ ഫോളോ ചെയ്യേണ്ട ചില ഡയറ്റുകളുണ്ട്. റീനൽ ഡയറ്റ് എന്നാണ് പറയാ. അത് ആരാണ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്? ഡയറ്റീഷ്യന്മാരാണ്. ഡയറ്റീഷ്യൻ എന്ന് പറയുന്നതും ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ തന്നെയാണ്. അങ്ങനെ മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളിലെ ഹെൽത്ത് പ്രൊഫഷണൽസുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവരുമായിട്ട് ലിങ്ക് ചെയ്ത് അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വേണം ഏറ്റവും നല്ലൊരു പരിചരണം ആർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട്? പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കേണ്ടത്
ഡയാലിസിസ് കോർഡിനേറ്റർ ആണ് കേട്ടോ. ക്ലിയർ ആയോ? ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കണം. അപ്പൊ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റില് ഡോക്ടേഴ്സുമായിട്ട് നമുക്ക് അവിടെ കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ടതാണ് കേട്ടോ. അതാണ് പ്രതീക്ഷിച്ചത്. അതിന് വേണ്ടിയിട്ട് അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ്? ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് രോഗിക്ക് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് വർക്ക്സ് ഈഗർലി ടു മാക്സിമൈസ് ദി എഫക്റ്റീവ്നെസ് ഓഫ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. അവിടെ ലഭ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളും, എക്യുപ്മെന്റ് ആയിക്കോട്ടെ, സ്റ്റാഫുകൾ ആയിക്കോട്ടെ, അതിനെയൊക്കെ മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് ഏറ്റവും നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് വളരെ ഈഗറായിട്ട് വർക്ക് ചെയ്യേണ്ടത് ഒരു ഡയാലിസിസ് കോർഡിനേറ്റർ ആണ് കേട്ടോ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഇതിന് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചാപ്റ്റർ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? എന്തെങ്കിലും ഒന്ന് പറയാ, എങ്ങനെ ഒരു എന്താ പറയുക, ഉഷാറില്ലാണ്ടിരിക്കല്ലേ നിങ്ങൾ ക്ലാസ്സില്? നല്ല എനർജറ്റിക് ആയിട്ട് വേണ്ടേ ഇരിക്കാനായിട്ട്? എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ Clear ആണ് മാം. ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? അതിനെ ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ. ഓക്കെ, അങ്ങനെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു.